ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രോഗ്രാമിലേക്ക്. ഞാനിവിടെ ചില ഇനിഷ്യൽ സെറ്റിംഗ്സ് ചെയ്യുകയാണ്. ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈലിലായിരിക്കും കാണുന്നത്, ചിലത് കമ്പ്യൂട്ടറിലായിരിക്കും. അപ്പോൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടുകൂടി ഞാനൊന്ന് ലോഗിൻ ചെയ്യുകയാണ്. ചില ആപ്ലിക്കേഷൻസ് ഒക്കെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഗുഡ് ഈവനിങ്. സൗണ്ട് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുക. ഞാൻ ചാറ്റ് വിൻഡോയിലേക്ക് ആ സെറ്റിംഗ്സ് ഇടാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ കോ ഹോസ്റ്റ് ഷമീം സിതാര മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. സൗണ്ട് ക്ലിയർ ആണ്. സൗണ്ട് ക്ലിയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുക. ഞാൻ ഇവിടെ ചാറ്റിലേക്ക് കാണിക്കാം. ഓക്കെ, സൗണ്ട് ലഭിക്കാൻ ജോയിൻ ഓഡിയോ വൈഫൈ ഓർ സെല്ലുലാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താൻ. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഏകദേശം 500ഓളം ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2015 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ പല ലൊക്കേഷനിലായിരിക്കും പങ്കെടുക്കുന്നത്. ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ളൊരു അതുകൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റിൽ ഇടാവുന്നതാണ്. ഏതൊക്കെ ലൊക്കേഷനിൽ നിന്നാണെന്നുള്ളത്. ഓക്കെ, കുവൈറ്റിൽ നിന്നുണ്ട്, തൃശ്ശൂർ, കോട്ടയം, ദുബായ്, ആലപ്പുഴ, ദുബായ്, തലശ്ശേരി, വയനാട്, കണ്ണൂർ, എറണാകുളം. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നമ്മുടെ സെഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരിക്കും. ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 9:30 വരെ ആയിരിക്കും നമ്മുടെ സെഷൻ വരുന്നത്. ഇതിൽ നമ്മൾ പല ടോപ്പിക്കുകളും കവർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടോപ്പിക്കുകളിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. റെഡിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ഇന്ന് കാണുന്ന ടോപ്പിക്കുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് 36 ലക്ഷം രൂപ ഏൺ ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിലൂടെ എങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് നമ്മൾ കാണുന്നുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൂടെ എങ്ങനെ നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സ്പോൺസേഡ് എന്നുള്ള അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടായിരിക്കും. സ്പോൺസേഡ് എഴുതിയിരിക്കുന്ന അഡ്വർടൈസ്മെന്റുകൾ. അപ്പൊ അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതേപോലെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വെബ്സൈറ്റ് നിർമ്മിക്കാം, ഗൂഗിൾ ആഡ്സ് എങ്ങനെ നിർമ്മിക്കാം. ഇപ്പൊ ഗൂഗിൾ സെർച്ചിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പല അഡ്വർടൈസ്മെന്റുകളും വരുന്നത്. ഇപ്പൊ ഞാനിവിടെ ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് സെർച്ചിൽ ആദ്യം കയറി വരുന്ന അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സ്പോൺസേഡ് എഴുതിയിരിക്കുന്ന അഡ്വർടൈസ്മെന്റുകളാണ്. ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകളൊക്കെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി കൊടുക്കാം. ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്.
അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, അതായത് വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ പോസ്റ്റർ, ലോഗോ, ബ്രോഷറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരത്തില്ല, സ്വന്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. യാതൊരു പ്രോഗ്രാമിംഗും ഇല്ലാതെ വെബ്സൈറ്റ് നിർമ്മിക്കുന്ന സ്റ്റെപ്സും എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതും ഞാനിവിടെ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ വെബ്സൈറ്റ് നിർമ്മിക്കാം, അല്ലാതെ വേർഡ് പ്രസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ടും ഇതേപോലെ വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ ഡൊമൈൻ നെയിംസ്, വെബ് അഡ്രസ്സുകളാണ് ഡൊമൈൻ നെയിംസ് എന്ന് പറയുന്നത്. അപ്പൊ വെബ് അഡ്രസ്സുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി കാണുന്നുണ്ട്. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിലൂടെ പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങാറുണ്ട്. പക്ഷെ ഇതിലൂടെ എങ്ങനെ പ്രൊഡക്റ്റുകൾ വിൽക്കാം, പ്രൊഡക്റ്റ് എങ്ങനെയാണ് ആമസോണിലൂടെയൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. അതേപോലെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന കൺസെപ്റ്റ് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി ടോപ്പിക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം ഇതിനകത്ത് എങ്ങനെ നമുക്ക് ഒരു വർഷം 36 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിലൂടെ ഏൺ ചെയ്യാം എന്നുള്ളത് നോക്കാം. മിഷൻ 36 lakhs. ഓക്കെ, ഒരു വർഷം നമുക്ക് 36 ലക്ഷം രൂപ ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ കണക്കുകളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 3 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഈ 3 ലക്ഷം രൂപ എങ്ങനെ ഏൺ ചെയ്യാൻ സാധിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിലൂടെ? ഓക്കെ, അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഫേസ്ബുക്ക് ആഡ് ക്രിയേഷനും അതുപോലെ തന്നെ ഡിസൈനും. ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുക്കാൻ സാധിക്കും. അപ്പൊ പലരും ചോദിക്കുക, എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്, അല്ലെങ്കിൽ എന്താണ് ഈ കൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? അത് ഞാൻ ഇവിടെ ഒന്ന് 2 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കാം, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അഡ്വർടൈസ്മെന്റുകൾ കാണാറുണ്ട്. ഇത് എല്ലാ ബിസിനസ്സുകാർക്കും ആവശ്യമുള്ള സംഗതിയാണ്. അപ്പൊ ഈ ഒരു അഡ്വർടൈസ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും അത് പ്രൊമോട്ട് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് സർവീസ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്വന്തം പ്രോഡക്റ്റും സർവീസും നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ മരത്തിൽ കാണുന്ന മാങ്ങകൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലയൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ളവരാണ്. ഇവരെ സ്വന്തമാക്കാൻ പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുകയാണ്. നോക്കി, അതിനകത്ത് ഈ ട്രഡീഷണൽ മാർക്കറ്റർ എന്ന് പറയുന്നത് വഴിയിലൊക്കെ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുക, പത്രത്തിൽ പരസ്യം ചെയ്യുക, ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതേസമയം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ പെട്ടെന്ന് കസ്റ്റമറെ കണ്ടെത്തുന്നു, അതിന് അവർ ഫേസ്ബുക്കും ഗൂഗിളും വാട്സാപ്പും യൂട്യൂബും ഒക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ബിസിനസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും, കാരണം സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. ബിസിനസ് ഇല്ലാത്തവരാണെങ്കിലും ഇത് നമ്മൾ പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ബിസിനസ്സും ചെയ്യാൻ താല്പര്യമില്ല, നമുക്കിത് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധ്യമില്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തത് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന മറ്റു പല മെത്തേഡുകളുണ്ട്, അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആക്ച്വലി ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കും, അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്തു കൊടുക്കും? ഇപ്പൊ ഇതിലെ കണക്കുകളിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം 30,000 രൂപ വെച്ച് തരുന്ന 10 ക്ലയൻസിനെ കണ്ടെത്തിയാൽ തന്നെ 3 ലക്ഷം രൂപ ഒരു മാസം ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, അതിന് നമ്മൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് ആഡ്സും ഡിസൈനും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഡിസൈൻ തന്നെ പഠിക്കാം. വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് കാണാം. ഇപ്പൊ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ഉണ്ട്, ഒരു AI ടൂളാണ്. അത് പറയുന്നത് bing.com/create എന്നാണ് ഈ ടൂളിന്റെ പേര്. ഇത് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. bing.com/create. ഈ ഒരു സൈറ്റിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് ഡിസൈൻ ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കമാൻഡ് കൊടുത്താൽ മതി, ഇത് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഒരു സൈറ്റിലേക്ക് വന്നു, bing.com/create എന്ന സൈറ്റിലേക്ക് വന്നു. ഈ സൈറ്റിലേക്ക് വന്ന് ഞാനൊന്ന് ലോഗിൻ ചെയ്തു. ജസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കും. എന്ത് ഡിസൈൻ വേണം എന്നുള്ളത് നമ്മൾ ഇവിടെ ജസ്റ്റ് കമാൻഡ് ആയിട്ട് കൊടുക്കുക, ഇത് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ഒരു കമാൻഡ് കൊടുക്കാൻ പോവാണ്. ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ഉണ്ടാക്കാനുള്ള കമാൻഡ് കൊടുക്കാൻ പോവാണ്. കമാൻഡ് ഇത്രയേ ഉള്ളൂ: ക്രിയേറ്റ് എ 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ വിത്ത് ബ്രാൻഡ് നെയിം റോയൽ മാജിക്. റോയൽ മാജിക് എന്ന പേരിൽ ഒരു പെർഫ്യൂം ബോട്ടിൽ ഉണ്ടാക്കി തരാനുള്ള മെസ്സേജ്, അല്ലെങ്കിൽ ആ ഒരു കമാൻഡാണ് ഞാനിവിടെ കൊടുക്കുന്നത്. കമാൻഡ് ഞാനിവിടെ കൊടുത്തു. ഇനി ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇത് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടോ നോക്കാം. ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്തു, അതിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഡിസൈൻ അതിപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് എവിടെന്നെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടെത്തി തരുന്നതല്ല, ഇത് ഇതിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു തരികയാണ് ഇപ്പം പെർഫ്യൂം ബോട്ടിലിന്റെ ഇമേജ്. ഇതേപോലെ നമുക്ക് എന്ത് ഡിസൈൻ വേണോ അത് ഡിസൈൻ ചെയ്ത് തരും. ഓക്കെ, നമുക്കിവിടെ 4 പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻസ് ഇവിടെ ചെയ്തു തന്നിരിക്കുന്നത്. ഓക്കെ, റോയൽ മാജിക് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തന്നിരിക്കുന്നത്. കാരണം നമ്മുടെ കമാൻഡിനകത്ത് അത് ഉണ്ടായിരുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് നോക്കിയേ. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ തന്നെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ടൂൾ ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഡിസൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് bing.com/create എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഈ വന്നിരിക്കുന്ന ഡിസൈനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറോ ലോഗോയോ ഒക്കെ വെക്കാനും സാധിക്കും. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സെയിം ഡിസൈൻ തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റിന്റെ ഡിസൈനർ എന്ന് പറയുന്ന ടൂളിനകത്ത് ഇത് ഓപ്പൺ ആവുകയും അവിടെ നമുക്ക് ഫോൺ നമ്പർ ലോഗോയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഈ ടൂൾ യൂസ് ചെയ്യാം. ടൂളിന്റെ പേര് ഓർത്തിരിക്കുക, bing.com/create എന്നാണ് ഈ ടൂളിന്റെ പേര്. ഓക്കെ, ടൂളിന്റെ പേരാണ് bing.com/create. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ഒരു ടൂൾ പരിചയപ്പെട്ടു. ഇതേപോലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് കമാൻഡ് ഒന്നും കൊടുക്കാതെ ആവശ്യമുള്ള ഡിസൈൻസ് നമുക്ക് സെലക്ട് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന സംവിധാനമുണ്ട്. അപ്പൊ അതിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അതിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം മറ്റൊരു ടൂളിലേക്ക്. അതായത് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ കമാൻഡ് പോലും കൊടുക്കേണ്ട, നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് ജസ്റ്റ് കണ്ടെത്താം, എന്നിട്ട് എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, റെഡിയാണ്. ഓക്കെ, നമ്മൾ അത് കാണാൻ പോവുകയാണ്. അതിന് ക്യാൻവ എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ രണ്ടാമതായിട്ട് കാണാൻ പോകുന്നത്. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ എന്ന് പറയുന്ന ടൂളാണ്. ഈ ക്യാൻവ എന്ന് പറയുന്ന ടൂള് www.canva.com എന്ന് പറയുന്ന സൈറ്റിൽ ചെന്ന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ചിലരെങ്കിലും ക്യാൻവ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും വിചാരിക്കുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് പെട്ടെന്ന് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഞാൻ ക്യാൻവ എന്ന് ഇവിടെ ഓപ്പൺ ആക്കി. ക്യാൻവ എന്ന് പറയുന്ന സൈറ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി. ഇതിനകത്തേക്ക് ഒരു ഫ്രീ അക്കൗണ്ട് എടുത്ത് നമ്മൾ അകത്തേക്ക് എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിസൈൻ വേണമെന്നുള്ളത് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഇത് തന്നെ നമുക്ക് നിരവധി ഡിസൈൻസ് കാണിച്ചു തരും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ, ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ലോഗോ വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്ന സെർച്ച് എന്താണെന്ന് നോക്കിയോളൂ. ക്യാൻവയിൽ കൊടുക്കുന്നത് ഫുഡ് ലോഗോ എന്നാണ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, ഫുഡ് ലോഗോ, അതായത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗോ വേണം എന്നാണ് ഞാൻ സെർച്ച് കൊടുക്കുന്നതെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതേപോലെ ലഭിക്കും. ഓക്കെ, ഇതിനെ നമുക്ക് പേരും ചേഞ്ച് ചെയ്ത് കളറൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഡിസൈൻസിനകത്ത് 50% ഡിസൈൻസും ഫ്രീ ആണ് എന്നുള്ളതാണ്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഒരു മിനിറ്റ് കൊണ്ട് ഒരു ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കാം. ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് ഞാനൊരു ലോഗോ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കിയോളൂ. ഇതിനകത്തുള്ള ഒരു ടെംപ്ലേറ്റ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇതിന് എനിക്കൊരു റെസ്റ്റോറൻറ്റിന്റെ ലോഗോ ആക്കണം. റെസ്റ്റോറൻറ്റിന്റെ പേര് എന്ന് പറയുന്നത് ഗാലക്സി റെസ്റ്റോറൻറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഗാലക്സി കഫേ എന്നാക്കണമെങ്കിൽ ഈ പേരിന്റെ പുറത്ത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ഗാലക്സി കഫേ എന്താണ് ഈ പേരിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കഫേ എന്ന് ഞാൻ ആക്കി, പേര് മാറ്റി. ഇനി ഇതിന്റെ നടുക്കിരിക്കുന്ന ഈ പരന്തിന്റെ പടം മാറ്റണമെങ്കിൽ അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് റെസ്റ്റോറൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഹോട്ടലും ഫുഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സിമ്പിൾ വേണമെങ്കിൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഫുഡെന്നോ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സിമ്പിൾസ് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഫുഡ് എന്നാണ് സെർച്ച് ചെയ്തത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ ഇടതുവശത്ത് ഫുഡ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സിമ്പിൾസ് വന്നിരിക്കുന്നു. അതിൽ നിന്ന് ഒരെണ്ണം എനിക്കെടുത്ത് ഇവിടേക്ക് വെക്കാം. അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് നോക്കി, ഒരു വൈറ്റ് കളർ കൊടുത്തു. നോക്കി, നമ്മുടെ ഡിസൈൻ റെഡി ആയി കഴിഞ്ഞു. ഗാലക്സി കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിന്റെ ഡിസൈൻ ആയത് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഒന്നേന്നിരുന്ന് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ള നിരവധി ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന 50% ടെംപ്ലേറ്റ്സ് ഫ്രീ ആണ്. പെയ്ഡ് വേർഷനിലേക്ക് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രീ വേർഷൻ ക്യാൻവ ഉപയോഗിച്ചുകൊണ്ടാണ്. ഫ്രീ വെച്ച് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത ലോഗോ എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക്
ഒരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആണെന്നിരിക്കട്ടെ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യണം. ഫേസ്ബുക്ക് പോസ്റ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇതിൽ വന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ നിരവധി ടെംപ്ലേറ്റ്സ് കിട്ടും. ഞാനൊരു 1 മിനിറ്റ് കൊണ്ട് ഒരു ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്യുന്ന കാണിക്കും. അപ്പോൾ ഇൻഷുറൻസിന്റെ ഒരു ബിസിനസ് ആണെന്നിരിക്കട്ടെ, ഇൻഷുറൻസ് ഏജൻസി ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണം. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. ക്യാൻവയിൽ ജസ്റ്റ് സെർച്ച് കൊടുക്കുകയാണ്. ഒന്നുകൂടെ സെർച്ച് കൊടുക്കാം. ക്യാൻവയിൽ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്നുള്ള സെർച്ച് കൊടുത്തു. സെർച്ച് കൊടുത്തപ്പോൾ ഇവിടെ നോക്കിയ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഒരെണ്ണം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. ഞാനിത് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊരു ഒരു മിനിറ്റ് കൊണ്ട് ഇതൊരു ഡിസൈൻ ആക്കി മാറ്റാൻ ശ്രമിക്കാം. ഓക്കെ, കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് കൊടുക്കുന്നു. കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് കൊടുത്ത് നമ്മൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫോൺ നമ്പറും ലോഗോയും ഒക്കെ നമുക്ക് മാറ്റി ഇപ്പം തന്നെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഫോൺ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫോൺ നമ്പർ ഒരു ഡമ്മി നമ്പറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞ് ഒരു ഡമ്മി നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാനൊന്ന് സൂം ഇൻ ചെയ്തിട്ട് അതിന്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഫോൺ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോൺ നമ്പർ കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ വെബ് അഡ്രസ് മാറ്റണമെങ്കിൽ വെബ് അഡ്രസ്സിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വെബ് അഡ്രസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ galaxy.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ galaxy.com എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലൈഫ് ആൻഡ് ഫാമിലി ഇൻഷുറൻസ് എന്നാണ്. നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലൈഫ് ആൻഡ് ഫാമിലി എന്നുള്ളതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ഹെൽത്ത് എന്ന് ആക്കാൻ സാധിക്കും. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി ഇതിനകത്തൊരു ലോഗോയുടെ വെക്കണമെങ്കിലോ, നമ്മുടെ ഒരു ലോഗോയും കൂടെ ഇതിനകത്തേക്ക് വെക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ലോഗോ, ഇവിടെ ഇരിക്കുന്ന സാമ്പിൾ ലോഗോ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ലോഗോ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നോക്കി, അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇടതുവശത്ത് കാണാൻ സാധിക്കും. ഈ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് പുറമേ നിന്ന് നമ്മുടെ ലോഗോ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഗാലക്സി എന്ന് പറയുന്ന ഒരു ലോഗോ ഇവിടെ അപ്ലോഡ് ചെയ്തെടുത്തു. ഇത് ക്യാൻവേ തന്നെ നിർമ്മിച്ച ലോഗോയാണ്. ഗാലക്സി ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ലോഗോ അത് ഞാൻ ഇവിടെ വെച്ചു. നമ്മുടെ ഡിസൈൻ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ക്യാൻവയിലൂടെ ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന മാത്രമല്ല വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഫോട്ടോഷോപ്പ് പോലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഗതിയൊന്നുമല്ല, പക്ഷേ ഫോട്ടോഷോപ്പിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള സംഗതിയാണ് ക്യാൻവ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഡിസൈനാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഗ്രാഫിക് ഡിസൈൻ ചെയ്യാം. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ മൊബൈൽ സ്ക്രീൻ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. മൊബൈലിൽ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. സ്ക്രീൻ ഷെയർ ചെയ്ത് മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും അവൈലബിൾ ആണ്. അപ്പൊ നമ്മളിവിടെ വന്നതിന് ശേഷം ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ക്യാൻവയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഫോട്ടോസ് മാത്രമല്ല വീഡിയോസും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ക്യാൻവ ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്റർ ഇൻ ക്യാൻവ. ജസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യുക. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടൈപ്പിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, വീഡിയോസ്, ഗ്രാഫ്, ഇൻഫോഗ്രാഫിക്സ്, ഫ്ലയർ, വിസിറ്റിംഗ് കാർഡ്, ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ ഇത് യൂസ് ചെയ്യാം. നമുക്ക് ഡിസൈൻ ചെയ്യാൻ ക്യാൻവയും അതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച bing.com/create ഉപയോഗിക്കാൻ പറ്റും. നമ്മുടേതായിട്ടുള്ള ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനോ ശ്രമിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ ചെയ്യുന്ന 2 ടൂൾസാണ് നമ്മൾ കണ്ടത്. ഇത് കൂടാതെ നമുക്ക് ഈ സർവീസസ് കൊടുക്കണമെങ്കിലോ നമുക്ക് ബിസിനസ് വർദ്ധിപ്പിക്കണമെങ്കിലോ ഫേസ്ബുക്ക് ആഡ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫേസ്ബുക്ക് ആഡ്സ് എന്താണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനിവിടെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാറുള്ള പരസ്യങ്ങളാണ് ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് ഫേസ്ബുക്ക് ആഡ്സിന്റെ ചില എക്സാമ്പിൾസ് കാണിക്കാം. അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ചില വിൻഡോകളൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഓപ്പൺ ആക്കിയ വിൻഡോസ്. ഓക്കെ, നമുക്ക് ഫേസ്ബുക്കിനകത്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഫേസ്ബുക്ക് എടുത്ത് ഞാനൊന്ന് സ്ക്രോൾ ചെയ്യുകയാണ്. അതിനകത്ത് നമുക്ക് ഫേസ്ബുക്ക് ആഡുകൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ ഒന്ന് എടുക്കാം. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്
സ്പോൺസേഡ് എന്നുള്ള ചെറിയ ഒരു ലേബലോട് കൂടി അഡ്വർടൈസ്മെന്റ് ഉള്ളത്. നോക്കി, ഇത് ICICI ബാങ്കിന്റെ ഒരു പരസ്യമാണ്. സ്പോൺസേഡ് എന്ന് ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇടയിൽ കയറി വരുന്ന പരസ്യങ്ങളാണ് സ്പോൺസേഡ് ആഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണ്, MBA പ്രോഗ്രാമിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. ഇതൊരു സ്പോൺസേഡ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ എന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോമിലേക്കാണ് വന്നിരിക്കുന്നത്. എന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഫോം, അതായത് പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഫില്ലായി വരുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ അവർക്ക് കിട്ടി, അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അവർക്കൊരു എൻക്വയറി കിട്ടി അല്ലെങ്കിൽ ഒരു ലീഡ് കിട്ടി എന്നുള്ളതാണ്. ഇതിന് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ്. ഫേസ്ബുക്കിന്റെ ലീഡ് ജനറേഷൻ ആഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഫേസ്ബുക്കിൽ മാത്രമല്ല ഇതുള്ളത്, ഇൻസ്റ്റാഗ്രാമിലും ഇത് അവൈലബിൾ ആണ്. ലീഡ് ജനറേഷൻ, അതായത് കസ്റ്റമർ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ലീഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്നത്. ഇനി മറ്റു ചില അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് പോവുകയായിരിക്കും ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇതിന് പറയുന്നത് ട്രാഫിക് ആഡ് എന്ന് പറയും. ട്രാഫിക് ആഡ്, അതായത് വെബ്സൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു, വെബ്സൈറ്റ് ട്രാഫിക് ആണ് ലഭിക്കുന്നത്. ചിലത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് പറയുന്നത് വാട്സാപ്പ് ആഡ്സ് എന്നാണ്. ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാറുണ്ട്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ? ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് എൻക്വയറീസ് നേടാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഇവിടെ നമുക്കൊരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. നോക്കി, ഞാനിത് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ആഡ് കൊടുക്കുന്നത് എന്നുള്ളത്. അത് നോക്കി, ലെഫ്റ്റ് സൈഡിൽ പേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു പേജ് നിർമ്മിക്കാം. നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ പേരിൽ ഒരു പേജ് നിർമ്മിക്കണം. ഓൾറെഡി പേജ് ഉള്ളവർ ആ പേജ് നിലനിർത്തുക, ആ പേജ് ഇല്ലാത്തവർ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പേജുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പൊ എനിക്കൊരു ഇൻഷുറൻസ് ഏജൻസിയുടെ പേജ് നിർമ്മിക്കണമെങ്കിൽ ഗാലക്സി ഇൻഷുറൻസ് എന്നിവിടെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ലോഗോയും കവർ പിക്ചറും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ലോഗോയും കവർ പിക്ചറും ഒക്കെ നമുക്ക് ക്യാൻവയിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ കാണിച്ചു, അതെല്ലാം ക്യാൻവയിൽ അവൈലബിൾ ആണ്, അതിൻ്റെയൊക്കെ ടെംപ്ലേറ്റ്സ്. അങ്ങനെ നമ്മുടെ പേജ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പേജ് വഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ ഞാൻ നമ്മുടെ കമ്പനിയുടെ ഒരു പേജ് വഴി പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് കാണിച്ചു തരാം. ഡിജിറ്റൽ മാഗ്നറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്ന് പറയുന്ന ഒരു പേജ്. ഓക്കെ, ഈ ഒരു പേജ് വഴി പ്രൊമോട്ട് ചെയ്യുന്നത് കാണിക്കാം. ഈ പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാര്യം മനസ്സിലാവും. ഇതിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ പോസ്റ്റിന്റെ അടിയിലും ബൂസ്റ്റ് പോസ്റ്റ് വന്നിരിക്കുന്നു. ഇതൊക്കെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പോസ്റ്റ് ആണ്. ഓക്കെ, ജൂലൈ 14 സൺഡേ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജിനകത്ത് ഇടുന്ന പോസ്റ്റുകളുടെ എല്ലാ അടിയിലും ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ കിട്ടും. നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബൂസ്റ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോൺസേഡ് ആഡ് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്ത് ആഡ് കൊടുക്കാൻ പറ്റും. ഇപ്പം ബൂസ്റ്റ് പോസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ വന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് എവിടെയുള്ള ഏത് തരത്തിലുള്ള ആൾക്കാരിലേക്ക് ഈ പരസ്യം എത്തണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഓഡിയൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓഡിയൻസിനകത്ത് വരുമ്പോൾ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കിയാൽ നമുക്കിവിടെ ജെൻഡർ വെച്ച് ടാർഗറ്റ് ചെയ്യാം. പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ പരസ്യം കാണിക്കേണ്ടത്, രണ്ട് കൂട്ടരെയും കാണിക്കണമോ എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ പരസ്യം കാണിക്കണം, നമുക്കിവിടെ ഏജ് റേഞ്ച് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഏത് സ്ഥലത്തുള്ള ആൾക്കാരെയാണ് ഈ പരസ്യം കാണിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് തൃശ്ശൂർ ലൊക്കേഷനിലുള്ള ആൾക്കാരെയാണ് പരസ്യം കാണിക്കേണ്ടതെങ്കിൽ ഇവിടെ തൃശ്ശൂർ എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നോക്കിയാൽ തൃശ്ശൂർ ലൊക്കേഷൻ ചുറ്റും നമുക്കൊരു സർക്കിൾ ഇതേപോലെ ഫോം ചെയ്യാൻ സാധിക്കും. എത്ര കിലോമീറ്റർ ചുറ്റളവിൽ വേണം, 1 കിലോമീറ്റർ ആണോ, 2 കിലോമീറ്റർ ആണോ, 10 കിലോമീറ്റർ ആണോ എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇതേപോലെ എത്ര സ്ഥലം വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പൊ തൃശ്ശൂരും കൊച്ചിയും നമുക്ക് പരസ്യം കാണിക്കണമെങ്കിൽ കൊച്ചിയും സെറ്റ് ചെയ്ത് കൊടുക്കാം. കേരളം ഫുള്ള് വേണമെങ്കിൽ കേരള എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് മൊത്തം സെലക്ടഡ് ആവും. അപ്പൊ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ദുബായിൽ പരസ്യം ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ദുബായ് എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദുബായ് ലൊക്കേഷൻ ടാർഗറ്റഡ് ആവും. അങ്ങനെ ലോകത്തിൽ ഏത് സ്ഥലം വേണമെങ്കിലും നമുക്ക് ഇതിവിടെ സെലക്ട് ചെയ്തിട്ട് ആഡ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഒരേ ആഡിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നോക്കിയാൽ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പരസ്യം ഏത് തരത്തിലുള്ള ആൾക്കാരെ കാണിക്കണം. ഇപ്പൊ ബിസിനസ് ഓണേഴ്സിനെ കാണിക്കണമെങ്കിൽ ഇവിടെ ബിസിനസ് ഓണർ എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും പരസ്യം കാണിക്കുന്നത്. ഓക്കെ, ബിസിനസ് ഓണർ. ഇതെല്ലാം നമുക്കൊരു റെസ്റ്റോറന്റ് ആണ്, ഫുഡിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ കാണിക്കണമെങ്കിൽ ഇവിടെ ഫുഡ് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫുഡ് ആൻഡ് ഡ്രിങ്കിലൊക്കെ താല്പര്യമുള്ള ഒരു ഫുഡ് ആൻഡ് റെസ്റ്റോറന്റിൽ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പരസ്യം കാണിക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും ആൾക്കാരെ ഇൻട്രസ്റ്റ് വെച്ചിട്ട്. ഇൻഷുറൻസിൽ താല്പര്യമുള്ള ആൾക്കാരെ പരസ്യം കാണിക്കണമെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റിന് സർവീസിന് അനുസരിച്ചിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരിലേക്കായിരിക്കും ആ പരസ്യം ടാർഗറ്റ് ചെയ്യും. അതുവഴി നമുക്ക് എൻക്വയറീസും ബിസിനസ്സിൽ ലഭിക്കുകയും ചെയ്യുന്നത്.
ഇതിനാണ് ഓഡിയൻസ് അഥവാ ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അതിനെ സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്ത് വെച്ചാൽ വേറൊരു ആഡ് കൊടുക്കുമ്പോൾ ഇത്രയൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, ഓഡിയൻസ് അങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ സേവും ചെയ്തു. ഇനി താഴേക്ക് വരുമ്പോൾ ഇതിന് എന്ത് കോസ്റ്റ് വരും? നമുക്ക് മിനിമം ചാർജ് എന്ന് പറയുന്നത് 90 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മിനിമം ചാർജ് 90 രൂപ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് കൊടുക്കാൻ സാധിക്കും. എമൗണ്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിന്റെ സൈസ് വർദ്ധിപ്പിക്കും. നമുക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ അതനുസരിച്ച് പേയ്മെന്റ് വർദ്ധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയധികം ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇത് എത്ര ദിവസം ഓടിക്കണം എന്നുള്ളത് കലണ്ടറിൽ സെറ്റ് ചെയ്യാം. 1 ദിവസം വേണോ, 2 ദിവസം വേണോ, ഒരാഴ്ച വേണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് അടയ്ക്കാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. പേയ്മെന്റ് മെത്തേഡ്സ് ഇവിടെ തന്നെ ഉണ്ട്. ഇതുവഴി പൈസ അടയ്ക്കാൻ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ വഴിയൊക്കെ പൈസ അടയ്ക്കാൻ സാധിക്കും. പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്ത അഡ്വർടൈസ്മെന്റ് പ്രൊമോട്ട് ചെയ്ത ലൊക്കേഷനിലുള്ള ആൾക്കാരിലേക്ക് ടാർഗറ്റ് ആവുകയും അതുവഴി നമുക്ക് എൻക്വയറീസ് ലഭിക്കുകയും ബിസിനസ് ലഭിക്കുകയും ചെയ്യും. ഇതിന്റെ അടിയിലിരിക്കുന്ന ബട്ടൺ നമുക്ക് എന്ത് വേണമെന്നൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കോൾ ചെയ്യുന്ന ബട്ടൺ വേണോ, വാട്സാപ്പിലേക്ക് ചാറ്റ് ചെയ്യുന്ന ബട്ടൺ വേണോ, ക്ലിക്ക് ചെയ്ത് ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്ന ബട്ടൺ വേണോ, എന്നൊക്കെയുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു ആഡ് കണ്ടിട്ട് അതിൽ ക്ലിക്ക് ചെയ്തായിരിക്കും നിങ്ങളിൽ പലരും വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ബിസിനസ് ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ പല ഓപ്ഷൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. അത് പ്രകാരമാണ് അത് നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ആ പരസ്യം എത്തി, നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നു. കാരണം ഞാൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരിലേക്ക് ആ പരസ്യം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് അവിടെ കൊടുത്തത്. ഇതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനോടോ സർവീസിനോടോ എൻക്വയറി ചെയ്യാൻ താല്പര്യമുള്ളവരിലേക്കായിരിക്കും പരസ്യം എത്തുകയും അതുവഴി നിങ്ങൾക്ക് നല്ല എൻക്വയറീസ് ലഭിക്കുകയും അത് പിന്നീട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്നത് നല്ലൊരു ടാർഗറ്റഡ് ഓപ്ഷൻ ആണ്. ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യാം. ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഇത് പഠിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞ സർവീസസ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സർവീസ് ആണ് ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്നത്. കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഫേസ്ബുക്ക് ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈനും ഫേസ്ബുക്ക് ആഡ്സും അറിയാമെങ്കിൽ തന്നെ ഈ ബിസിനസ്സിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു പേജ് നമ്മുടെ പ്രൊഫൈലിനകത്ത് ഇടുന്ന പോസ്റ്റിനകത്ത്, അതായത് നമ്മൾ ഇടുന്നതിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, വേൾഡ് മലയാളികളെ എങ്ങനെ ടാർഗറ്റ് ചെയ്യാം എന്ന് നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ചിട്ടുണ്ട്. വേൾഡ് മലയാളികളെ ടാർഗറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഏതൊക്കെ കൺട്രിയിലുള്ള മലയാളികളെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന് നമുക്ക് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. അതായത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആഡ്സ് മാനേജർ. ഇപ്പൊ നമുക്ക് ഏത് രാജ്യത്തുള്ള മലയാളികളെ വേണമെങ്കിലും പരസ്യം കാണിക്കാൻ സാധിക്കും. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ ഹോം പേജിലേക്ക് വരിക. ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ തന്നെ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഫേസ്ബുക്കിന്റെ ഹോം പേജ് എടുത്തിരിക്കുകയാണ്. ഹോം പേജ് എടുത്തിട്ട് ഇവിടെ നോക്കിയാൽ ആഡ്സ് മാനേജർ, അതായത് ഫേസ്ബുക്ക് ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനലാണ് ഈ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു പാനൽ തന്നെ അവർ തന്നിട്ടുണ്ട്. ഇതേപോലൊരു പാനൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പാനലിലേക്ക് വരുമ്പോൾ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ പല ആഡുകളും റൺ ചെയ്യുന്നതും ഓരോ ആഡിനകത്ത് നിന്നും കിട്ടിയിരിക്കുന്ന ലീഡ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. 125, 160, 170 ഒക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡേറ്റകളാണ്, ഡേറ്റകളുടെ എണ്ണമാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ, ഏജ് ഗ്രൂപ്പ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മലയാളികളെ മാത്രം കാണിക്കണം. ഓക്കെ, ഇപ്പം UAE-യിലുള്ള മലയാളികളെ മാത്രം നമുക്ക് പരസ്യം കാണിക്കണമെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നേരത്തെ ഒരു മാപ്പ് സെറ്റ് ചെയ്തായിരുന്നു. മാപ്പിനകത്ത് ലൊക്കേഷൻ സെറ്റ് ചെയ്തായിരുന്നു. അതേപോലെ ഇവിടെ നമുക്ക് ലൊക്കേഷൻ UAE സെലക്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്ക് അവിടെ മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്താൽ മതി. നോക്കി, ഞാൻ ആ ഒരു ഓപ്ഷൻ ഞാനൊരു അരമിനിറ്റ് കൊണ്ട് കാണിക്കാം. നോക്കി, സെർച്ച് ലൊക്കേഷനകത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് കൊടുക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇതേപോലെ എത്ര രാജ്യം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തപ്പോൾ UAE കൺട്രി ഇവിടെ സെലക്റ്റഡ് ആയി. ഓക്കെ, UAE കൺട്രി ഇവിടെ സെലക്റ്റഡ് ആയി. ഇനി ഇവിടെ താഴേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ലാംഗ്വേജസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലാംഗ്വേജസ്, മലയാളം. ഓക്കെ, മലയാളം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളികളെ മാത്രം പരസ്യം കാണിക്കും. മറ്റ് ഇംഗ്ലീഷുകാരെ, അറബികളെയൊക്കെ ഒഴിവാക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ,
ഓക്കെ, നമ്മളിപ്പോൾ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു, അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്നത് കണ്ടു. ഈ രണ്ട് ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പം പലരും സംശയം, ഈ ഒരു അല്ലെങ്കിൽ ഇത് ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ക്ലയൻസിനെ കണ്ടെത്താൻ സാധിക്കും, അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡിസൈൻ ചെയ്യാൻ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ക്യാൻവയിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡിസൈൻ ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് ഓൾറെഡി അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് എവിടെയാന്ന് നോക്കി, ക്യാൻവയ്ക്കകത്താണ്. നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്ത ക്യാൻവയ്ക്കകത്ത് തന്നെയാണ് ഞാൻ സെർച്ച് കൊടുത്തത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ടെംപ്ലേറ്റ്സ് എന്ന് കൊടുക്കുമ്പോൾ ഇതേപോലെ നിരവധി ഡിസൈൻസ് നമുക്ക് കിട്ടും. ഇതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ ലോഗോയും ഒക്കെ വെച്ച് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാം. ഫോൺ നമ്പറും ഒക്കെ വെച്ച് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. ഔട്ട്പുട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇത് ഫേസ്ബുക്ക് ആഡ് ആയിട്ട്, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഫേസ്ബുക്ക് ആഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എൻക്വയറീസ് വരും. ഈ എൻക്വയറീസിനെ നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലയന്റ് ആയിട്ട് മാർക്ക് ചെയ്യുകയും അവർക്ക് ഈ സർവീസസ് കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇതൊന്ന് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഏത് ബിസിനസ് ആണെങ്കിലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഇപ്പൊ ഞാൻ 2016 ഈ ട്രെയിനിങ് ബിസിനസ് ആരംഭിച്ചത്. അന്ന് ഞാനും ഒരു സ്റ്റാഫ് 2 പേരായിരുന്നു ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് 40 പേരടങ്ങുന്ന ഒരു കമ്പനിയായി മാറിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സക്സസിന്റെ റീസൺ എന്താണ് എന്നുള്ളത് ഞാൻ അവതരിപ്പിക്കാം. ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ വെച്ചായിരുന്നു 2020 വരെ ക്ലാസ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ക്ലാസ്സുകൾ 2020 വരെ ഹോട്ടലുകളിൽ വെച്ച് നടത്തുമായിരുന്നു. കൊച്ചി, കോഴിക്കോട്, ബാംഗ്ലൂർ, ബോംബെ, ഇങ്ങനെ പുറത്തും പ്രോഗ്രാംസ് നടത്തുമായിരുന്നു. മലപ്പുറത്ത് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്, കോട്ടയത്ത് നടത്തിയിട്ടുണ്ട്, തൃശ്ശൂർ, അങ്ങനെ പല ജില്ലകളിലും നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ക്ലാസ്സുകളായിരുന്നു 2020 വരെ നടത്തിക്കൊണ്ട് 2020 ശേഷം, കോവിഡിന് ശേഷമാണ് കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഓൺലൈനാക്കി മാറ്റിയത്. അപ്പൊ ഞാൻ എൻ്റെ ബിസിനസ്സിനകത്ത് അപ്ലൈ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ 3 പ്രിൻസിപ്പിൾസ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. അത് നിങ്ങളുടെ ബിസിനസ്സിനും പ്രയോജനപ്പെടുന്നതായിരിക്കും. ആരുടെ ബിസിനസ്സിലാണെങ്കിലും ഇത് പ്രയോജനപ്പെടും. ഓക്കെ, റെഡിയാണ്? ഓക്കെ, റെഡിയാണ്. യെസ്, ഓക്കെ, താങ്ക് യു. അതായത് ഏത് ബിസിനസ് നമ്മൾ വിജയിക്കണമെങ്കിൽ 3 പ്രിൻസിപ്പിൾസ്, ഈ ഒരു 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വിൻ 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 എന്ന സ്ട്രാറ്റജിയിൽ ബിസിനസ് ചെയ്യുക. അതായത് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ ഉണ്ടായിരിക്കും. ആ കസ്റ്റമർ വിൻ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി അവർക്ക് പ്രൊഡക്റ്റും സർവീസും സപ്ലൈ ചെയ്യുകയും സർവീസസ് കൊടുത്തുകൊണ്ടിരിക്കുക. ആ കസ്റ്റമർ വിൻ ചെയ്തെങ്കിൽ മാത്രമേ അവർ നമ്മുടെ കസ്റ്റമറായിട്ട് തുടരത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക, ബിസിനസ് നിലനിൽക്കത്തുള്ളൂ. രണ്ടാമത് നമ്മുടെ എംപ്ലോയീസിനെയും കൂടെ നിർത്തുക. കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ് എല്ലാം കൊടുത്ത് അവരെ കൂടെ നിർത്തുക. മൂന്നാമത്തത് സപ്ലൈസ്, നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരെയും നമ്മൾ വെറുപ്പിക്കാതെ അവരെ നമ്മൾ കൂടെ നിർത്തുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിൻ ചെയ്തിരിക്കും. അതാണ് വിൻ 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 സക്സസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമറുടെ ജീവിതകാലം മുഴുവൻ എത്ര രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റോ സർവീസോ മേടിക്കും, അതാണ് ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവൻ ആ കസ്റ്റമർ നമ്മുടെ കസ്റ്റമറായിട്ട് തുടരണം എന്നുള്ള രീതിയിൽ അവരുമായിട്ട് ഡീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ലോങ് ടൈമിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. ചിലപ്പോൾ ഒരു ഷോർട്ട് ടൈമിൽ ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ ലോങ് ടൈമിൽ ആ കസ്റ്റമറിൽ നിന്ന് തന്നെ ലോങ് ടൈമിൽ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരു വൺ ടൈം ഒരു കസ്റ്റമർക്ക് വലിയൊരു ചാർജ് കൊടുത്ത് അവരെ നമ്മൾ പിന്നീട് ഒരു കസ്റ്റമർ ആയിട്ട് വേണ്ട എന്ന് ചിന്തിക്കുന്നത് അത്ര മണ്ടത്തരമാണ് എന്നുള്ളതാണ്. അപ്പൊ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ നമ്മൾ മനസ്സിൽ കണക്കാക്കുക. മൂന്നാമത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. അതായത് നമ്മുടെ ബിസിനസ്സിനകത്ത് പലപ്പോഴും പല കോമ്പറ്റീറ്റേഴ്സും വരുന്നുണ്ടായിരിക്കും. കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. പക്ഷെ നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ ഭയപ്പെടേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ബിസിനസ് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന പല പ്രിൻസിപ്പിൾസും നമ്മുടെ ഈ ഒരു ബിസിനസ്സിനകത്ത് അപ്ലൈ ചെയ്താണ് നമ്മുടെ ബിസിനസ് ആക്ച്വലി 2 പേരടങ്ങുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് 40 പേരടങ്ങുന്ന ഒരു ട്രെയിനിങ് കമ്പനിയായിട്ട് ഇത് മാറിയത് എന്നുള്ളതാണ്. ഓക്കെ, എനിവേ ഞാൻ വീണ്ടും തിരിച്ച് വരികയാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് 2 കാര്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. കമാൻഡ്സ് പറയുമ്പോൾ പ്രോംപ്റ്റ്, കമാൻഡ്, സെന്റൻസ് അല്പം കൂടി സാവകാശം പറയാം. ഓക്കെ, തീർച്ചയായിട്ടും ജോൺ സാർ, തീർച്ചയായിട്ടും. ഓക്കെ, നമ്മളിപ്പോ കണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ആഡ് ക്രിയേഷനും അതുപോലെ തന്നെ രണ്ടാമത്തത് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഇത് രണ്ടും മാത്രമല്ല, നമുക്ക് ഗൂഗിൾ ആഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വെറും 2 മിനിറ്റ് കൊണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും പിന്നെ പ്രൊഫഷണൽ ആയിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നതും ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, അതായത് വെബ്സൈറ്റ് ക്രിയേഷൻ സർവീസസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം
ആവശ്യത്തിനും വെബ്സൈറ്റ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് അതും നമുക്ക് സർവീസ് ആക്കി മാറ്റാൻ സാധിക്കും. വെബ്സൈറ്റ് ഡിസൈൻ സർവീസ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വെബ്സൈറ്റ് നിർമ്മിക്കാവുന്നതാണ്. അപ്പൊ ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇവിടെ കാണിക്കാം. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. 2 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് 2 മിനിറ്റ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ്. റെഡിയാണ്. ഓക്കെ, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്. എങ്ങനെയാണ്, അതിന്റെ ടൂൾ ഏതാണെന്ന് നോക്കിക്കോളൂ. മിക്സോ എന്ന് പറയുന്ന ഒരു ടൂളാണ് വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. AI ബേസ്ഡ് വെബ്സൈറ്റ് ക്രിയേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് നിർമ്മിക്കാൻ, 2 മിനിറ്റ് കൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കാൻ mixo.io എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. mixo.io. ഓക്കെ, നമുക്ക് ഇതിനകത്തൊരു സൈറ്റ് നിർമ്മിക്കാനുള്ള കമാൻഡ് ഒന്ന് കൊടുത്തു നോക്കാം. mixo.io. mixo.io സൈറ്റ് എടുത്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ എന്ത് വെബ്സൈറ്റ് നിർമ്മിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒരു കമാൻഡ് ആയിട്ട് അത്രമാത്രം. ഓക്കെ, അപ്പൊ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് ഒരു ഡെന്റൽ ക്ലിനിക്കിന്റെ വെബ്സൈറ്റ് നിർമ്മിക്കാനുള്ള കമാൻഡ് കൊടുക്കാം. ഒരു ഡെന്റൽ ക്ലിനിക്കിന്റെ വെബ്സൈറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. കമാൻഡ് അഥവാ പ്രോംപ്റ്റ് നോക്കിക്കോളൂ. 1 പേജ് വെബ്സൈറ്റ് ഫോർ ദ ഡെന്റൽ ക്ലിനിക് സ്മൈൽ വെൽ ഇൻ കൊച്ചി, ഇന്ത്യ. അതായത് സ്മൈൽ വെൽ എന്നാണ് നമ്മുടെ ഡെന്റൽ ക്ലിനിക്കിന്റെ പേര്. അപ്പൊ ഈ ഒരു ഡെന്റൽ ക്ലിനിക്ക് എവിടെയാണ്? കൊച്ചിയിലാണ്. അതിന്റെ ഒരു 1 പേജുള്ള ഒരു ഡെന്റൽ ക്ലിനിക്ക്. ഡയറക്റ്റ് കമാൻഡ്. ഓക്കെ, ഇത് ഞാനിവിടെ കൊടുക്കുന്നു. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കൊരു ഫോൺ നമ്പറോട് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ആ ഫോൺ നമ്പർ വഴി നമുക്ക് എൻക്വയറീസ് വരണമല്ലോ, വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് എൻക്വയറീസ് വരണം. അപ്പൊ ഗെറ്റ് കോൺടാക്റ്റഡിൽ ഒരു ഫോൺ നമ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, എന്റെ 2 കൈകളും ഫ്രീ ആണ്. അത് തനിയെ വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ അത് ഉണ്ടാക്കുന്നു. ഇപ്പൊ അത് ഇമേജസ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്ക് വെബ്സൈറ്റ് റെഡി ആയി കിട്ടും. വെബ്സൈറ്റ് ഇതാ വന്നു കഴിഞ്ഞു. വെബ്സൈറ്റ് വന്നു കഴിഞ്ഞു. ടോപ്പ് ക്വാളിറ്റി ഡെന്റൽ കെയർ ഇൻ കൊച്ചി, സ്മൈൽ വെൽ. അത് തന്നെ ഒരു ലോഗോ ഒക്കെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നോക്കിയ ഒരു ദന്താശുപത്രിയുടെ, ഒരു പല്ല് ആശുപത്രിയുടെ അകത്തിരിക്കുന്ന എക്യുപ്മെന്റ്സും കസേരയും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ കണ്ടന്റ് അത് എഴുതിയിരിക്കുന്നു. പല്ല് പറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നു. നോക്കിയേ, ഒരു നേഴ്സോ ഡോക്ടറോ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇമേജുകളൊക്കെ സെലക്ട് ചെയ്ത് കണ്ടന്റ് വെച്ചിട്ട് അത് വെബ്സൈറ്റ് ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഈ വെബ്സൈറ്റിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നോക്കിയേ, റീജനറേറ്റ് സ്റ്റൈൽ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റൈൽ നമുക്ക് മാറ്റാൻ സാധിക്കും. ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതിന്റെ സ്റ്റൈൽ, ഇതിന്റെ കളർ കോമ്പിനേഷൻസ്, ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഒക്കെ ഇത് മാറ്റി തരും. ഇനി ഈ വന്നിരിക്കുന്ന ഇമേജുകളൊക്കെ നമുക്ക് മാറ്റി വേറെ ഇമേജ് വെക്കണമെങ്കിലോ അല്ലെങ്കിൽ ലോഗോയൊക്കെ മാറ്റണമെങ്കിലോ പേരിലൊക്കെ മാറ്റം വരുത്തണമെങ്കിലോ അതിന് ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. കസ്റ്റമൈസ് ബ്രാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ആ തന്നിരിക്കുന്ന വെബ്സൈറ്റിനെ നമുക്ക് ആവശ്യാനുസരണം ചേഞ്ചസ് വരുത്താം. അപ്പൊ സ്മൈൽ വെൽ ഡെന്റൽ ക്ലിനിക്ക് എന്നാകണമെങ്കിൽ ഇവിടെ ഇടതുവശത്ത് ഞാൻ ഡെന്റൽ ക്ലിനിക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിവിടെ മാറി നിങ്ങൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞു. ഈ ലോഗോ മാറ്റി നമുക്ക് വേറൊരു ലോഗോ, അതായത് നമ്മുടെ ലോഗോ വെക്കണമെങ്കിൽ അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യാൻ നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഒരു സാമ്പിൾ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അപ്ലോഡ് കൊടുക്കുമ്പോൾ ആ ലോഗോ മാറി പുതിയ ലോഗോ ഇപ്പൊ വരുന്നതായിരിക്കും. പുതിയ ലോഗോ വന്നു കഴിഞ്ഞ് ഞാൻ ഇപ്പൊ അപ്ലോഡ് ചെയ്തെടുത്ത ലോഗോ ആണ്. ഇതേപോലെ ഇതിനകത്തിരിക്കുന്ന എന്ത് കണ്ടന്റ് ചേഞ്ച് ചെയ്യാം. ഈ ഇമേജ് മാറ്റാൻ ഇതിനകത്തിരിക്കുന്ന കണ്ടന്റ് എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് എടുക്കുന്നത്? സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് ലിങ്ക് ആയിട്ട് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു പെയ്ഡ് വേർഷനിലേക്ക് പോകാൻ ചോദിക്കുന്നത്. പെയ്ഡ് വേർഷന്റെ എടുക്കേണ്ട ആവശ്യമില്ല. പെയ്ഡ് വേർഷൻ എടുത്താലുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറയാം. ഫ്രീ വേർഷൻ തന്നെ ഞാൻ ഔട്ട്പുട്ട് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, സൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നു. സൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ ഞാൻ എഡിറ്റ് സൈറ്റ് കൊടുത്തിട്ട് പബ്ലിഷ് കൊടുക്കുകയാണ്. പബ്ലിഷ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ലിങ്ക് അത് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്ത് തരികയാണ്. ഓക്കെ, ഫൈനൽ ലിങ്ക് അത് സെർവറിലേക്ക് ഇപ്പം അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ, പബ്ലിഷ് എന്നുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണിത്. പബ്ലിഷിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത സൈറ്റ് അത് ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ 1/2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ കിട്ടുന്ന ഔട്ട്പുട്ട് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആക്ച്വലി ഒരു വെബ്സൈറ്റ് അത് നിർമ്മിച്ചു തന്നേന്ന് നോക്കി. നമ്മൾ ഒന്നേന്ന് പ്രോഗ്രാം എഴുതി ചെയ്യുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് മിക്സോയിൽ കമാൻഡ് കൊടുത്ത് നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. വലിയ പൈസ കൊടുത്തായിരിക്കും പലരെ കൊണ്ട് വെബ്സൈറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് മിക്സോ ഉപയോഗിച്ചുകൊണ്ട് നല്ല സൈറ്റുകൾ നിമിഷ നേരം കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും, യാതൊരു പ്രോഗ്രാമിങ്ങും ഇല്ലാതെ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഫൈനലൈസിങ് സൈറ്റ് പബ്ലിഷ്, നമുക്ക് ആ ഫൈനൽ ലിങ്ക് നമുക്കിപ്പോൾ ഇവിടെ കാണാം. ഫൈനൽ ലിങ്ക് ഇപ്പം റെഡി ആവുന്നതായിരിക്കും.
ഫൈനൽ ലിങ്ക് വന്നു കഴിഞ്ഞു. ഫൈനൽ വെബ്സൈറ്റ് ലിങ്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനതിന്റെ ലിങ്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്ത ലിങ്കാണ് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സൈറ്റിന്റെ പേര് mixo.io എന്നാണ് സൈറ്റിന്റെ പേര്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റ് നിർമ്മിക്കാം. ഇതിന്റെ ഫ്രീ വേർഷനും പെയ്ഡ് വേർഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫ്രീ വേർഷനിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൈറ്റിനകത്ത് നമ്മുടെ ബ്രാൻഡ് നെയിം കൂടാതെ mixo.io എന്ന് പറയുന്ന ലിങ്ക് എല്ലാം കാണും. ഇതാണ് ഫ്രീ വേർഷൻ. എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ഫ്രീ വേർഷൻ, അല്ലാതെ എക്സ്പയർ ആയി പോകത്തില്ല. പെയ്ഡ് വേർഷനിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഡൊമൈൻ നെയിംസ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് വെബ് അഡ്രസ് അഥവാ ഡൊമൈൻ നെയിംസ് എന്ന് പറയും. ഇതിനെപ്പറ്റി നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രീ വേർഷൻ ആണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നമുക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്യാൻ ഈ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വെബ്സൈറ്റ് നിർമ്മിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളായ mixo.io ഉപയോഗിക്കാവുന്നതാണ്. റിപ്പീറ്റ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് വെബ്സൈറ്റ് നമ്മുടെ മറ്റൊരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നു. സാർ, അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ചില ടോപ്പിക്സ് മിസ്സായി പോകും. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ ഞാനത് വീണ്ടും കാണിക്കാം. അതായത് mixo.io എന്ന സൈറ്റ് ഉപയോഗിച്ച് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, mixo.io. ഓക്കെ, ഞാൻ മറ്റൊരു ടൂളിലേക്ക് കിടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. മറ്റൊരു ടൂളിലേക്ക്, അതായത് വെബ്സൈറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടൂളാണ് ഞാൻ അടുത്ത ഒരു 2-3 മിനിറ്റ് കൊണ്ട് റെഡിയാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ട് കമ്പനികളെല്ലാം വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ടൂളാണ്. ഓക്കെ, ഇതിന് പറയുന്ന വേർഡ്പ്രസ് എന്ന് പറയുന്ന സംവിധാനമാണ്. വേർഡ്പ്രസ്, അതായത് വേർഡ്പ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ 40% വെബ്സൈറ്റുകളും ആക്ച്വലി ഈ വേർഡ്പ്രസ് ഉപയോഗിച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത്രയ്ക്ക് പോപ്പുലർ ആയിട്ടുള്ള ടൂളാണ് ആക്ച്വലി വേർഡ്പ്രസ് എന്ന് പറയുന്നത്. മെയിൻ കമ്പനികളായ വേൾഡ് വൈഡ് 40% ലോകത്തിലെ വെബ്സൈറ്റുകൾ ഇത് ഉപയോഗിച്ചാണ് റൺ ചെയ്യുന്നത്. മെയിൻ കമ്പനികളെല്ലാം ഇത് ഉപയോഗിക്കുന്നത്. മെഴ്സിഡസ് ബെൻസ്, ടയോട്ട, ഫോർഡ്, BBC, അങ്ങനെ ബാറ്റ കമ്പനി, ഇവരെല്ലാം ഉപയോഗിക്കുന്നത് വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂളാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയും നമ്മൾ ഒന്നേന്ന് പ്രോഗ്രാം എഴുതേണ്ട ആവശ്യമില്ല. www.wordpress.org എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ഈ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ 12,000 വെബ്സൈറ്റിന്റെ മോഡലുകൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അത് പ്രോഗ്രാം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഒന്നേന്ന് സൈറ്റ് ഡിസൈൻ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നോക്കി, ഇതിനകത്തേക്ക് ഞാൻ വന്നു. തീംസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തു. തീംസിൽ നോക്കിയ 12,000 ഫ്രീ തീംസ് എന്ന ഓപ്ഷൻ എത്തിക്കും. ഓക്കെ, 12,000 ഫ്രീ തീമുകളാണ്. ഇതിനകത്ത് ഇ കൊമേഴ്സ് സൈറ്റിനുള്ളതുണ്ട്, സ്കൂളിനുള്ളതുണ്ട്, ഇൻഷുറൻസ് കമ്പനിയുടേതുണ്ട്, അങ്ങനെ ഏത് ബിസിനസ്സിനുള്ളതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ അതിന്റെ ലിങ്കാണ് ഞാനിവിടെ ചാറ്റ് വിൻഡോയിൽ കിട്ടി. ഇവിടെ നമുക്കൊരു സൈറ്റ് നിർമ്മിക്കണമെങ്കിൽ ഈ വേർഡ്പ്രസ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒരു ബേസിക് സ്ട്രക്ചർ കിട്ടും. അതിനെ നമുക്ക് പെട്ടെന്ന് കസ്റ്റമൈസ് ചെയ്തൊരു സൈറ്റ് ആക്കി മാറ്റാം പറ്റും. ഞാൻ ഒരു കഫേയുടെ സൈറ്റ് ഞാൻ ഒരു 2 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കുന്ന കാണിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു കഫേയുടെ സൈറ്റ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വേർഡ്പ്രസ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. വേർഡ്പ്രസ് സൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഒരു യൂസർ നെയിം പാസ്വേഡ് ഒക്കെ നമുക്ക് കിട്ടും വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. ഇതിലേക്ക് വന്നിട്ട് നമുക്കിവിടെ അപ്പിയറൻസിൽ ആദ്യം ഇതിന്റെ സ്റ്റൈൽ അങ്ങ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 12,000 സ്റ്റൈലുകൾ, 12,000 തീമുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ തീംസ് എന്ന് പറയുന്ന സെക്ഷൻ എടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ തീം എനിക്ക് വേണ്ട, ഇവിടെ നിരവധി തീമുകൾ കാണാൻ പറ്റും. ഞാൻ ഈ തീം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് എന്ന് കൊടുക്കുക. ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ തീം ആ സൈറ്റിനകത്തേക്ക് അപ്ലൈ ആവുക എന്നുള്ളതാണ്. ഓക്കെ, പുതിയ തീം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തപ്പോൾ ചില ഡമ്മി ഇമേജുകളൊക്കെ വന്നിരിക്കുന്നുണ്ടോ? ചില ഡമ്മി ഇമേജുകളെല്ലാം വന്നു. ഇതിനെ നമുക്ക് ഈ ഇമേജുകളും കണ്ടന്റും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ പേരും ഫോൺ നമ്പറും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അത് ചേഞ്ച് ചെയ്യാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് എന്നൊരു ഓപ്ഷൻ കിട്ടും. കസ്റ്റമൈസ്. ഓക്കെ, കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നമ്പർ, ലോഗോ, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫോട്ടോസ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ അതിനെ ഒരു കഫേയുടെ സൈറ്റ് ആക്കി മാറ്റാൻ പോവാണ്. ഈ വേർഡ്പ്രസ് സൈറ്റ് എന്നുള്ളതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗാലക്സി കഫേ എന്നാക്കാം. ഗാലക്സി കഫേ എന്നാക്കി ഫോൺ നമ്പറിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഫോട്ടോസ് ഒക്കെ ചേഞ്ച് ചെയ്യണം. ക്യാൻവേ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഇപ്പം ബർഗറിന്റെയോ നൂഡിൽസിന്റെയോ ഏതിന്റെ വേണമെങ്കിലും ഇമേജസ് നമുക്ക് ക്യാൻവയിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പൊ ക്യാൻവയിൽ നിന്ന് എടുത്ത ചില ഇമേജുകൾ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ക്യാൻവയിൽ എങ്ങനെയാണ് ആക്ച്വലി അങ്ങനെയുള്ള ഇമേജുകൾ കണ്ടുപിടിക്കുന്നത്? അത് ഇത്രയേ ഉള്ളൂ.
വീതിയുള്ള ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് ബാനർ എന്ന് കൂടെ ചേർത്താൽ മതി. ഓക്കെ, ബാനർ എന്ന് പറഞ്ഞാൽ വീതിയുള്ള ഇമേജുകളാണ്. ഇപ്പൊ എനിക്ക് ഒരു ബർഗറിന്റെ ഇമേജ് വേണമെങ്കിൽ ബർഗർ ബാനർ എന്ന് ക്യാൻവയിൽ സെർച്ച് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ വീതിയുള്ള ഇമേജുകൾ കിട്ടും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് കൊടുത്ത് കാണിക്കാം. നമുക്കിപ്പോൾ വന്നിരിക്കുന്നതൊക്കെ വെബ്സൈറ്റിന്റെ ആ ഒരു ഹോം പേജിൽ ഇടാൻ പറ്റിയ ബാനർ ടൈപ്പിലുള്ള ഇമേജുകൾ കണ്ടോ. ഇങ്ങനെയുള്ള ഇമേജുകൾ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ അതിൽ നിന്ന് എടുത്ത ചില ഇമേജുകളാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ചേഞ്ച് ഫയൽ കൊടുക്കുന്നു. നമുക്കിവിടെ ചേഞ്ച് കൊടുക്കാൻ സാധിക്കും. പബ്ലിഷ്. ഓക്കെ, ഫസ്റ്റ് ഇമേജ് മാറ്റി ഒരു ബർഗറിന്റെ ഇമേജ് കൊടുത്തു. സെക്കൻഡ് ഇമേജ് ഇതേപോലെ എഡിറ്റ് കൊടുത്തു, ചേഞ്ച് ഫയൽ കൊടുത്തു. നമുക്കൊരു നൂഡിൽസിന്റെ ഇമേജ് കൊടുക്കാം. ഞാനതിപ്പോൾ ഇവിടെ സെക്കൻഡ് ഇമേജ് ചേഞ്ച് ചെയ്തു. ഇതേപോലെ തേർഡ് ഇമേജും ചേഞ്ച് ചെയ്യണമെങ്കിൽ തേർഡ് ഇമേജിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ഇമേജ് ഞാനൊന്ന് ചേഞ്ച് ചെയ്യാണ്. പബ്ലിഷ് കൊടുത്തു. ഇനി നമുക്ക് സൈറ്റിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നിരിക്കട്ടെ. ഇതിപ്പോ നീല കളറിലാണ് ഇരിക്കുന്നത്. നീല മാറ്റി നമുക്കൊരു റെഡ് കളർ ആക്കണമെങ്കിൽ നമുക്ക് അതിന് ഇടതുവശത്ത് തന്നെ കളേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കളേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ നമുക്ക് ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ റെഡ് കളർ കൊടുത്തു, പബ്ലിഷ് കൊടുത്തു. ഓക്കെ, സൈറ്റ് ഒരു റെഡ് കളറിലേക്ക് വന്നു. ഇപ്പൊ നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഗാലക്സി കഫേ എന്ന് പറയുന്ന ഒരു കഫേയുടെ സൈറ്റിലേക്ക് ഇത് എത്ര പെട്ടെന്നാണ് വന്നത് നോക്കി. ഇങ്ങനെയാണ് ആക്ച്വലി വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്. ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത സൈറ്റിന്റെ ലിങ്കും ഞാൻ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഇപ്പോൾ ആരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇത് അഡ്വർടൈസിങ് കമ്പനികളോ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികളോ പറയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പൈസ മേടിക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരിക്കും. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പ്രോഗ്രാംസ് ഹോട്ടലുകളിൽ വെച്ച് നടന്ന സമയത്ത് കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്ത് നടന്നൊരു സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും ഹോട്ടലുകളിൽ വെച്ച് പ്രോഗ്രാംസ് നടത്തുന്നതിന്റെ. ഇത് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഇതേപോലെ കണ്ണൂരിൽ ബ്രോഡ്ബീൻ എന്ന് പറയുന്ന ഹോട്ടലിൽ പ്രോഗ്രാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞു, സാർ ഇപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു കമ്പനിക്കാരും ആദ്യം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആദ്യമേ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് 35,000 രൂപ വാങ്ങിച്ചു. അവർ വെബ്സൈറ്റ് ഒക്കെ ചെയ്തു വന്നു. പക്ഷെ എല്ലാ വർഷവും എൻ്റെ കയ്യിൽ നിന്ന് 22,900 രൂപ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റ് റിന്യൂവൽ എന്ന് പറഞ്ഞു, അതായത് പുതുക്കാൻ എന്ന് പറഞ്ഞു. ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എല്ലാ വർഷവും ഒരു 2,000-3,000 രൂപ റിന്യൂവൽ ചാർജ് കൊടുക്കേണ്ട സ്ഥാനത്താണ് അദ്ദേഹത്തിന് ഇത്രയും പൈസ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തളിപ്പറമ്പിലുള്ള ഒരു ശില്പിയാണ്. അപ്പൊ ശില്പം ഉണ്ടാക്കുന്നതിലൊക്കെ വിദഗ്ധനാണ്. പക്ഷെ ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കമ്പനിക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരുണ്ട്. നമ്മൾ അതിന് നിന്നു കൊടുക്കാതിരിക്കുക, നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത്. അപ്പൊ എനിക്കറിയാവുന്ന വെബ്സൈറ്റ് ഡെവലപ്പേഴ്സിനോട് ഞാൻ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ബിസിനസ്സുകാരാണ്. അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതുവഴി വേറെയും വർക്കുകൾ കിട്ടും, റെഫറൻസ് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ വർക്കുകൾ അവർ വഴി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അഫോർഡബിൾ റേറ്റിൽ ചെയ്തു കൊടുക്കുമെന്ന് എനിക്ക് അറിയാവുന്നവരൊക്കെ ഞാൻ പറയാറുണ്ട്. ചിലരൊക്കെ പറയുന്നത്, സാർ നമ്മളും ബിസിനസ് അല്ലേ ചെയ്യുന്നത് പറഞ്ഞ് ഇഷ്ടമുള്ള പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞ ആൾക്കാർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. കാരണം ആ കേസിൽ നമുക്ക് റിന്യൂവൽ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറ്റിപ്പുകളിൽ പെടത്തില്ല എന്നുള്ളതാണ്. ആർക്കും വെബ്സൈറ്റ് നിർമ്മിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം വേർഡ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് സൈറ്റ് നിർമ്മിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് അത്രയും വേർഡ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും സെറ്റിംഗ്സ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ മിക്സോ ഉപയോഗിച്ച് കമാൻഡ് കൊടുത്ത് ഒരു വെബ്സൈറ്റ് നിർമ്മിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇനിയും പല ടോപ്പിക്കുകളിലേക്ക് കിടക്കാറുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസ്കഷനിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഒരു കോഴ്സ് അവതരിപ്പിക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ വരാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോസ് ഒക്കെ നിർമ്മിക്കുന്നത് നമ്മൾ അല്പസമയത്തിനുള്ളിൽ കാണുന്നുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നിർമ്മിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി കാണുന്നുണ്ട്. ആമസോൺ വഴി പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്കഷനിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എന്താണ് ആക്ച്വലി നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത് അവതരിപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളവരിലേക്ക് കടക്കുന്നതായിരിക്കും. നേരിട്ട് എന്നോട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുന്നതാണ്. നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഒരു കോഴ്സാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഒന്ന് അവതരിപ്പിക്കാം. അതായത് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒരു വർഷമാണെങ്കിലും 1 ഇയർ ഡ്യൂറേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് 3 മാസം കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യും. പിന്നെ എന്തിനാണ് ഈ 1 ഇയർ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടത്തുന്ന എല്ലാ ലൈവ് ക്ലാസ്സിന്റെയും റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് അവൈലബിൾ ആയിരിക്കും. കാരണം സമയമെടുത്ത് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് സപ്പോർട്ടും ലഭിക്കും. അതായത് പല കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും സംശയങ്ങൾ വരുന്നത്.
അതിന്റെ സപ്പോർട്ട് 3 മാസമല്ല 1 വർഷത്തേക്ക് ലഭിക്കും. അതിന് വേണ്ടിയിട്ട് 6 സപ്പോർട്ട് സ്റ്റാഫുകൾ അവൈലബിൾ ആണ്. ഇവരെ ഫോണിൽ ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം, വാട്സാപ്പ് ഗ്രൂപ്പിൽ ബന്ധപ്പെടാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് കവർ ചെയ്യുന്ന ടോപ്പിക്കുകളിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ബെനിഫിറ്റ്സിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ്, ബ്ലോഗുകളൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഫേസ്ബുക്ക് ആഡുകൾ, ഇൻസ്റ്റാഗ്രാം ആഡുകൾ സ്വന്തമായിട്ട് നിർമ്മിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ എങ്ങനെ 36 ലക്ഷം രൂപ ഒരു വർഷം ഏൺ ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിലൂടെ ഏൺ ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതിന്റെ കംപ്ലീറ്റ് റോഡ് മാപ്പ് ലഭിക്കുന്നതായിരിക്കും. ഏത് സ്റ്റെപ്പുകളിലൂടെ പോകണം, എങ്ങനെയാണ് പ്രൈസ് ചെയ്യേണ്ടത്, എങ്ങനെ ക്ലയൻസിനെ കണ്ടെത്താം എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ഗൂഗിൾ ആഡ്സിന്റെ എക്സാമ്പിൾ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. എന്താണ് ഗൂഗിൾ ആഡ്സ് എന്നൊക്കെ ഉള്ളത് അല്പസമയത്തിനുള്ളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ, എങ്ങനെ നമുക്ക് ഡിസൈൻസ്, പോസ്റ്റർ, ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്യാന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത് എങ്ങനെ, അതിന്റെ എക്സാമ്പിളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പേയ്മെന്റ് ലിങ്കുകൾ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൽ പേയ്മെന്റ് ലിങ്ക് എങ്ങനെ വെക്കാം. അതുപോലെ തന്നെ യൂട്യൂബ് മാർക്കറ്റിംഗ് ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ സാധിക്കും. വീഡിയോ എഡിറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് ഹാക്കിംഗ് എന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് വരുന്നുണ്ട്. അതേപോലെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ മാർക്കറ്റിംഗ് എല്ലാം ഈ കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 20 മോഡ്യൂൾസ് അടങ്ങുന്നതാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെയാണ് ലൈവ് ക്ലാസ് നടക്കുന്നത്. അപ്പോൾ 12 ലൈവ് ക്ലാസ്സുകളാണ് ട്യൂസ്ഡേയ്സിൽ നടക്കുന്നത്. അതാണ് 3 മാസം. അത് കൂടാതെ സാറ്റർഡേയ്സിലും ലൈവ് ക്ലാസ്സുകളുണ്ട്. അതും 12 എണ്ണം സാറ്റർഡേയ്സിൽ നടക്കും. അത് സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആണ്. അതിൽ നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളാണ് വരുന്നത്. ട്യൂസ്ഡേയ്സിലുള്ള ക്ലാസ്സുകൾ ഞാനാണ് വരുന്നത്. അതുപോലെ തന്നെ മെഗാ മീറ്റപ്പുകളുണ്ട്. എല്ലാ മാസങ്ങളിലും നടത്തുന്ന മെഗാ മീറ്റപ്പുകൾ, അതായത് 2016 മുതൽ 2024 വരെ നമ്മുടെ വിവിധ കോഴ്സുകളിൽ പങ്കെടുത്തിട്ടുള്ളവരിൽ നിന്ന് നിരവധി പേര് ഓൺലൈനിൽ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ് ഈ മെഗാ ബിസിനസ് മീറ്റപ്പ്. ഇതിലൂടെ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ബിസിനസ് ഐഡിയകൾ, മാർക്കറ്റിംഗ് ഐഡിയകളൊക്കെ പഠിക്കാൻ സാധിക്കും. ജോലിക്ക് ആളിനെ എടുക്കാം, അതേപോലെ തന്നെ ജോലി ലഭിക്കും. ഇതൊക്കെയാണ് മെഗാ ബിസിനസ് മീറ്റപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ 36 ലൈവ് സെഷൻസ് ഇതിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ലൈവ് ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം കാണിക്കാം. നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉൾഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ അത് ആൾറെഡി കഴിഞ്ഞ 4 വർഷത്തെ ക്ലാസിന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള വീഡിയോകൾ, ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, യൂട്യൂബ് മാർക്കറ്റിംഗ്, ഇങ്ങനെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള വീഡിയോകൾ കൂടാതെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചത് 2020 ജൂൺ മാസമാണ്. ഓക്കെ, 2020 ജൂൺ മാസത്തിലുള്ള ബാച്ച് 1ന്റെ ക്ലാസ് മുതൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ക്ലാസ് വരെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ജൂലൈ 9, 2024 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷത്തെ ക്ലാസിന്റെ കംപ്ലീറ്റ് റെക്കോർഡിങ്സും അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ വേണമെങ്കിലും പഠിക്കാൻ സാധിക്കും. കാരണം കംപ്ലീറ്റ് റെക്കോർഡിങ്സ് ഇതിനകത്തുണ്ട്. തൊട്ട് മുമ്പത്തെ ബാച്ചിന്റെ റെക്കോർഡിങ്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഇനി പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് കൂടാതെ ഇതിനകത്തുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിനകത്ത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് 3 മാസം കഴിയുമ്പോൾ തന്നെ ലഭിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഗൾഫിലോ നാട്ടിലോ ഒക്കെ ജോലിക്കും ശ്രമിക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ മെഗാ മീറ്റപ്പിൽ വന്നാൽ ജോലി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇതിന്റെ കൂടെ ലഭിക്കും. ക്യാൻവയുടെ പ്രീമിയം ഗ്രാഫിക്സ് ബണ്ടിൽ ലഭിക്കും. അതുപോലെ തന്നെ 2 വർഷത്തേക്കുള്ള കണ്ടന്റ് കലണ്ടർ, ഇങ്ങനെയുള്ള ബോണസുകളെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 31,500 ആണ് ഈ കോഴ്സിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ചേർക്കുവാനുള്ള വാല്യൂ 31,500 ആണ്. റെക്കോർഡഡ് വീഡിയോസ്, ലൈവ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എല്ലാം അടങ്ങുന്ന കോഴ്സിന്റെ വാല്യൂ. എങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 മാത്രമാണ്. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത്. അതിൽ തന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ആദ്യം ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് ലഭിക്കും. അത് 6,500 രൂപ മാത്രമാണ്. അപ്പൊ ഈ ഒരു ഓഫർ ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെയാണ് ബന്ധപ്പെടേണ്ടത്. ഫസ്റ്റ് 10 ബുക്കിംഗ്സിനാണ് ഈ 6,500 എന്ന ഓഫർ ഉള്ളത്. അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത് അതിന്റെ അഡ്മിനെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവിനെ ഇമീഡിയറ്റ് ആയിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്ന എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചകളിലും നിങ്ങൾക്ക് അങ്ങോട്ട് വരുമാനം കിട്ടുന്ന ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമാകാൻ സാധിക്കും. ലേൺ ആൻഡ് ഏൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഫിലിയേറ്റ് ആയിട്ട് മാറുന്നതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ എല്ലാ ആഴ്ചകളിലും അങ്ങോട്ട് വരുമാനം കിട്ടുന്ന സംവിധാനമാണ് ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്നത്. ഇതിന് സെപ്പറേറ്റ് ട്രെയിനിങ്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ
ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ തിരിച്ച് ലഭിക്കാനുള്ള സാധ്യതയും ഈ ഒരു ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ലഭ്യമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്പ് കൂടെ ഞാൻ കാണിക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൊബൈൽ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. ഓക്കെ, നിങ്ങൾ ഏത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി അവർ ഡീറ്റെയിൽസ് അയച്ചു തന്നായിരിക്കും ഇന്നത്തെ ക്ലാസ്സിന്റെ. അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ചേരാൻ താല്പര്യമുണ്ട് എന്നുള്ള മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും. പേയ്മെന്റ് അടച്ചാൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട്, പേര്, ഇമെയിൽ അഡ്രസ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ജൂലൈ 16, ജൂലൈ 23, ജൂലൈ 30 എന്ന് പറഞ്ഞ് ഇതേപോലെ ഷെഡ്യൂൾഡ് ആണ്. അതിന്റെ ലിങ്കും ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പേരും വെച്ചിട്ട് ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസും ഇന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. പഠനം ഇന്ന് തന്നെ തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റന്നാളാണ്. പക്ഷേ അന്ന് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് പഠനം ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിവിടെ 20 മിനിറ്റ്സിന്റെ ടൈമർ കൂടെ ഓണാക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ABS കാർഗോ, ബഹ്റൈൻ, യൂസർ, ജോൺ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഐഫോൺ ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പൊ ലൈവായിട്ട് തന്നെ എന്നോട് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കോഴ്സിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കവർ ചെയ്തതിനെ ബേസ് ചെയ്തിട്ടുള്ളവർ ഹാൻഡ് റൈസ് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്തിരുന്നതായിരിക്കും. ചാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളാണ് അതിന്റെ ആൻസർ തരുന്നത്. ABS കാർഗോ, ബഹ്റൈൻ സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ 20 മിനിറ്റ്സ് ടൈമറോട് വെച്ചിട്ടുണ്ട് പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടി. ഓക്കെ സാർ, ചോദിച്ചോളൂ. ഹലോ സാറേ, ഗുഡ് ആ, ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാനൊരു സാറിന്റെ ഒരു സ്റ്റുഡന്റ് ആണ്, ബഹ്റൈനിൽ നിന്നാണ്. ഓക്കെ, അത് എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് ഈ ഫേസ്ബുക്ക് ആഡ്, ക്രിയേറ്റ് ചെയ്യുന്നത് ലീഡ് ജനറേഷൻ അങ്ങനെയുള്ള ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടണം. ഓക്കെ ഓക്കെ, സാർ നമ്മുടെ സാർ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? അത് ഇർഫാന മേഡോട് ചെയ്യണം. പക്ഷെ എനിക്കൊരു ബോയിനെ തന്നാല് കുറച്ചും കൂടി പറഞ്ഞുതരാൻ പറ്റിയിട്ടാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിയോണിനെ കണക്ട് ചെയ്ത് തരാം. ഡിയോൺ എന്ന നമ്മുടെ സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, മിസ്റ്റർ ഡിയോൺ ഉണ്ട്. അപ്പൊ ഡിയോൺ ഈ ഫേസ്ബുക്ക് ആഡ്സിന്റെ ഒരു എക്സ്പെർട്ട് കൂടിയാണ്. അപ്പൊ ഡിയോണിനെ കണക്ട് ചെയ്ത് തരാം. ഇർഫാനിക്ക് തന്നെ ഒരു മെസ്സേജ് അയക്കുക, ഡിയോണിന്റെ നമ്പർ ഒന്ന് ആവശ്യം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ അത് ഡിയോണിന്റെ നമ്പറും ഉണ്ട്. നമ്മൾ ആ പ്രൊവൈഡ് അതെ ഡിയോണിന്റെ മെസ്സേജ് അയക്കുക. ഞാൻ സാറിന്റെ പേരെന്താണ്? എന്റെ പേര് അബ്ബാസ്. അബ്ബാസ്. ഓക്കെ, ഞാൻ ഡിയോണിന് ഒരു മെസ്സേജ് അയച്ചേക്കാം, ഇന്ന് തന്നെ അയച്ചേക്കാം. ഓക്കെ, അപ്പം ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലീഡ് ജനറേഷൻ, അതിന്റെ കംപ്ലീറ്റ് സപ്പോർട്ടും ഗൈഡൻസും തരുന്നത്. മാനേജർ പോയിട്ട് അവിടെ നിൽക്കുകയാണ്, നമ്മുടെ കംപ്ലീറ്റ് ഫുൾഫിൽ ആയില്ല. ഓക്കെ 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 ഓക്കെ, പഠിപ്പിച്ചു തന്നു, പക്ഷെ അത് ഫുൾഫിൽ ആയിട്ടില്ല. എനിക്കൊന്നും കൂടി ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും അതിന്റെ ഗൈഡൻസ് തരുന്നതായിരിക്കും. ഞാൻ ഡിയോൺ ഇന്ന് തന്നെ മെസ്സേജ് അയക്കാം. ഓക്കെ സാർ. താങ്ക് യു. യൂസർ എന്നാണ് ഇവിടെ കാണുന്നത്. സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ, ചോദിച്ചോളൂ. ഈ ഫേസ്ബുക്ക് ആഡ്സും അതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. ഫേസ്ബുക്ക് ആഡ്സ്, അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഞാൻ അല്പസമയത്തിനുള്ളിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്പസമയത്തിൽ കവർ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് ആഡ്സിന്റെയാണ് ഞാൻ നേരത്തെ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ കാണിച്ചത്. അത് ഫേസ്ബുക്കിൽ പേജിൽ കയറിയിട്ട് എങ്ങനെ ചെയ്യേണ്ടത് കറക്റ്റ്? അതായത് പേജിൽ ചെന്നതിന് ശേഷം നമ്മൾ അവിടെ പേജിനകത്ത് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ബൂസ്റ്റ് പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓട്ടോമാറ്റിക് ബൂസ്റ്റ് ഓപ്ഷൻ വരും. അതെ, പേജിനകത്താണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബൂസ്റ്റ് പോസ്റ്റ് വരും. അതായത് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ വരത്തില്ല. ഫേസ്ബുക്ക് അക്കൗണ്ടിനകത്ത് നമുക്ക് ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവത്തില്ല. ഈ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ വരുന്നത് നമ്മളൊരു പേജ് എടുത്ത് പേജിനകത്തേക്ക് പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാ പോസ്റ്റിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് ഓപ്ഷൻ. നമ്മൾ ഫേസ്ബുക്കിൽ ഇടണ പകരം ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യും. കറക്റ്റ്, ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി വരും. അതായത് ഇത് നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മളൊരു പോസ്റ്റർ ഇതേപോലെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേജിലാണെങ്കിൽ ഈ ബട്ടൺ കിട്ടും, എല്ലാ പോസ്റ്റിനകത്തും കിട്ടും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ, ഏജ് ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ്, അതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും.
ഇൻസ്റ്റാഗ്രാമില് ഈ ആഡ് എങ്ങനെ ഇടുക? അത് ഇൻസ്റ്റാഗ്രാമിൽ പേജിലല്ല. ഇൻസ്റ്റാഗ്രാം അല്ല, പേജ് ഇല്ലെങ്കിലും നമ്മുടെ പ്രൊഫൈലിനെ നമുക്കൊരു ബിസിനസ് അക്കൗണ്ട് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും സെറ്റിംഗ്സിൽ. ഓക്കെ, ബിസിനസ് അക്കൗണ്ട്. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇടുന്ന പോസ്റ്റിന് അതെല്ലാം ബൂസ്റ്റ് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. പബ്ലിക്കിന് കാണാൻ പറ്റത്തില്ല, നമുക്ക് കാണാം. ഓട്ടോമാറ്റിക് അതെ അത് വരും. അതെ അതുപോലെ ഇപ്പൊ പറഞ്ഞില്ലേ മറ്റേ യൂറിന്റെ വെബ്സൈറ്റ് അല്ല, യൂറിന്റെ നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ടോ? മിക്സോ എന്ന് പറയുന്ന സംഭവമാണോ? അതല്ല, അതിന്റെ മുമ്പ് ക്യാൻവ ക്യാൻവ ഉണ്ട്. ബിങ്കോം ഇല്ലേ? bing.com/create. അതെ അതെ അതെ. അതുപോലെ തന്നെ വേറെയും AI ഉണ്ട്. ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേറെയും പല ഏകളുണ്ട്. ഈവൻ നമ്മുടെ ഇതില്ലേ, ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന ടൂള് കേട്ടിട്ടുണ്ടോ? ജെമിനി ജെമിനി കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചില്ലേ? ഈ ജെമിനിക്കകത്ത് നമുക്ക് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് നിർമ്മിച്ചു തരും. പക്ഷെ bing.com/createന്റെ അത്രയും വരത്തില്ല അതിനകത്തുള്ള ഡിസൈൻസ്. ഇവിടെ ക്രിയേറ്റ് ആൻ ഇമേജ് എന്ന് പറഞ്ഞ് കമാൻഡ് കൊടുത്താൽ മതി ജെമിനിക്കകത്ത്. ഒന്നും കൂടി ഈസി മറ്റേ bing.com/create ആണ് ഈസിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇന്നെടുക്കാത്ത ക്ലാസ് ഓക്കെ, SEO ഓൺ പേജ് ഓഫ് പേജ് ഒക്കെ ഇല്ലേ? അതെ, അത് ആക്ച്വലി അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണോ? അതായത് അതെ, ഓൺ പേജ് ഓഫ് പേജ് റാങ്കിങ് എത്തിക്കാനുള്ള. അതിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ലാസ്റ്റിലേക്ക് ചോദിക്കാം, കാരണം അല്ലെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല. മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്ന അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞ് എന്താണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. നിങ്ങളുടെ എക്സിക്യൂട്ടീവിന്റെ അടുത്ത് ആ ഒരു ഓഫർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2 ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. 7,500 പിന്നീട് 7,000. ഓഫർ കഴിയാത്ത ഗ്രൂപ്പിലാണെങ്കിൽ 6,500 അവൈലബിൾ ആണെങ്കിൽ ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ഗ്രൂപ്പിൽ 7,500, അതേപോലെ പിന്നീട് ഒരു മാസത്തിനുള്ളിൽ 7,000 പേ ചെയ്യാവുന്നതാണ്. നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 14,500 ഓപ്ഷനേ ഉള്ളൂ. 6,500 എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ 1 വർഷത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഓഫർ ഫീസ് 14,500 മാത്രമേ ഉള്ളൂ. പേയ്മെന്റ് ലിങ്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊരു വെബിനാർ സ്പെഷ്യൽ ഓഫറാണ്. നമ്മുടെ വെബ്സൈറ്റിനകത്ത് 6,500 ഓഫർ അവൈലബിൾ അല്ല. ഓക്കെ, അൻവർ സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാറേ, ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഏഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേ ഓക്കെ, നമുക്കുള്ള വാട്സപ്പ് നമ്പർ നമ്മളിത് ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് പേരിൽ പേഴ്സണൽ ആണല്ലോ. അതെ അതെ. അപ്പൊ അത് വാട്സപ്പ് ബിസിനസ് നമ്പർ വേണമെന്ന് പറയുന്നത്. അതെ, ബിസിനസ് നമ്പറാണ് ആക്ച്വലി അതിനകത്ത് കൂടുതലായിട്ടും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആഡ് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ ബിസിനസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതാണോ ഉദ്ദേശിക്കുന്നത്? അതെ. അപ്പൊ കമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകില്ലേ? കമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകത്തില്ല. വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് രണ്ടാമതൊരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കമ്മ്യൂണിറ്റി ഫോം ചെയ്യും. ഓക്കെ, കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് ഈ രണ്ടാമത്തെ നമ്പർ, അതായത് നമ്മുടെ ബിസിനസ് നമ്പർ ഇല്ലേ, ബിസിനസ് നമ്പർ ആ കമ്മ്യൂണിറ്റിയിൽ അഡ്മിൻ ആക്കും. അഡ്മിൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കമ്മ്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നോർമൽ വാട്സാപ്പ് വേണ്ടി വരുന്നത്. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബിസിനസ് വാട്സാപ്പ് വെച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യൽ സാറേ? അത് ആക്ച്വലി ഒരു ഓഫ് ടോപ്പിക് ആണ്, നമ്മളിപ്പം കവർ ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇപ്പൊ കവർ ചെയ്തിട്ടുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം കവർ ചെയ്യാത്തത് എനിക്ക് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതാണ് ലാസ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. വേണ്ട, നമുക്ക് ഞാൻ പിന്നീട് ഒന്ന് അറിയിക്കാൻ പറ്റുമോ? പിന്നീട് അറിയിക്കാം. എനിക്ക് ഒരു എക്സിക്യൂട്ടീവിന് ഒരു മെസ്സേജ് അയക്കാമോ നമ്മുടെ ഒരു ഗ്രൂപ്പിലുള്ള? തീർച്ചയായിട്ടും. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. മുഹമ്മദ് സാർ അൺമ്യൂട്ട് ചെയ്യാം. ഹലോ സാർ. ഹലോ, എനിക്ക് 2 കാര്യങ്ങളാണ്. സൗണ്ട് കേൾക്കാവോ? കേൾക്കാം, ചോദിച്ചോളൂ. 2 കാര്യങ്ങളാണ് സാർ എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ വേർഡ് പ്രസ് യൂസ് ചെയ്ത് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഫ്രീ ആണോ അല്ലെങ്കിൽ പെയ്ഡ് ആണോ? ആക്ച്വലി വേർഡ് പ്രസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡിസൈൻ എല്ലാം ഫ്രീ ആണ്. ആക്ച്വലി വെബ്സൈറ്റ് നിർമ്മിക്കാൻ പിന്നെ 2 സംഗതികളൂടെ നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു സൈറ്റ് നിർമ്മിക്കണമെങ്കിൽ വേറെ 2 കാര്യങ്ങളൂടെ വേണം. അതെന്ന് പറയുന്നത് ഡൊമൈൻ ആൻഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന സംഗതിയാണ്. ഞാനതിപ്പോ ഇവിടെ കാണിക്കാം. ഓക്കെ.
ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ടോട്ടൽ 3 സംഗതികളിൽ ഒന്ന് ഡൊമൈന്, 2 ഹോസ്റ്റിംഗ്, ഡിസൈൻ. ഇതിനകത്ത് ഞാനിപ്പോ ഇവിടെ കാണിച്ചത് ഈ ഡിസൈൻ ആണ്. ഈ ഡിസൈനിലെ 12,000 ടെംപ്ലേറ്റ്സ് ഫ്രീ ആണ്. അതിന് പൈസ ഒന്നും കൊടുക്കേണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് ഡിസൈൻ ചെയ്യാം. പക്ഷേ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടൊരു സൈറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അതിനൊരു വെബ് അഡ്രസ് ഉണ്ടല്ലോ, അഥവാ ഡൊമൈൻ നെയിം. എക്സാമ്പിൾ പറഞ്ഞാൽ www.naturefresh.com. ഓക്കെ, ഈ പേര് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഇതിനൊരു 600-700 രൂപ കോസ്റ്റ് വരും. ഓക്കെ, ഇത് നമുക്ക് വാങ്ങിക്കാൻ എവിടെ നിന്ന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡാഡി എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ഗോഡാഡി ഇന്ത്യ എന്ന് സെർച്ച് കൊടുത്താൽ മതി. ഗോഡാഡി ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റുപ്പീസിൽ വാങ്ങിക്കാം. ഗോഡാഡി UAE എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുവൈത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ നിന്നാകുമ്പോൾ എങ്ങനെയാ? ഗോഡാഡിന്ന് ജസ്റ്റ് ഗോഡാഡി ഗ്ലോബൽ എന്നോ അല്ലെങ്കിൽ godaddy.com എന്ന് സെർച്ച് ചെയ്താൽ മതി. .com എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സൈറ്റ് ആണ്. ഓക്കെ, godaddy.com വന്നിട്ട് നമ്മൾ ആ പേര് സെർച്ച് ചെയ്യുക. പേര് സെർച്ച് ചെയ്ത് അവൈലബിൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് എടുക്കുക. വേറെ ആരെങ്കിലും എടുത്താൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അതാണ് ഇതിനകത്ത് ഡൊമൈൻ എടുത്തിട്ട് ഡൊമൈൻ എടുക്കുക. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റിംഗ് സ്പേസ്, അതായത് നമ്മുടെ കണ്ടന്റ് ഇന്റർനെറ്റ് സ്റ്റോർ ചെയ്യാൻ ഒരു സ്പേസ് വേണമല്ലോ. ഓക്കെ, അത് നമുക്കും ഗോഡാഡിയിൽ നിന്ന് തന്നെ മേടിക്കാം. നമ്മുടെ വെബ്സൈറ്റ്സ് ആൻഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യൻ രൂപയിലേക്ക് വരുവാണെങ്കിൽ ഒരു മാസത്തേക്ക് 79 രൂപയ്ക്കുള്ളൂ. ഒരു വർഷത്തേക്ക് 1000-1500 രൂപയ്ക്കകത്തേ വരത്തുള്ളൂ സെർവറിന്. ഇത് രണ്ടുമാണ് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു 2000 രൂപയാണ് ഒരു പ്രൊഫഷണലായിട്ട് നമ്മൾ ഇതേപോലൊരു സൈറ്റ് നിർമ്മിക്കണമെങ്കിൽ കോസ്റ്റ് വരുന്നത് 2000 രൂപ. ഓക്കെ, അപ്പൊ ഈ ഹോസ്റ്റിംഗ് നമ്മൾ മേടിക്കുമ്പോ അതിന് ഇത്ര സ്പേസ് കുറവും കൂടുതലും അല്ലെ മിനിമം സ്പേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ? ഉണ്ട്. ഇപ്പൊ ഒരു ബേസിക് സൈറ്റ് നിർമ്മിക്കാനാണെങ്കിൽ ഈ ഒരു പ്ലാൻ മതി. ഇതിനകത്ത് നോക്കിയാൽ ഒരു സൈറ്റ് ആണ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു സിംഗിൾ സൈറ്റ് ആണ് ഇവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 1 വെബ്സൈറ്റ്. ഓക്കെ, 10 GB സ്റ്റോറേജ് ഉണ്ട്. 10 GB തന്നെ ധാരാളമാണ് ഒരു സാധാ വെബ്സൈറ്റ് നിർമ്മിക്കാൻ വേണ്ടി. ഓക്കെ, അതേസമയം നമുക്ക് മറ്റുള്ളവർക്ക് വെബ്സൈറ്റ് നിർമ്മിച്ചു കൊടുക്കാനാന്ന് നോക്കിയാൽ 10 വെബ്സൈറ്റ്സ് 50 GB സ്റ്റോറേജ്. അപ്പൊ 10 എണ്ണം ഉള്ള ഒരു സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 വെബ്സൈറ്റ് അതിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഓരോരുത്തരുടെ ഹോസ്റ്റിംഗ് സ്പേസിന്റെ പേയ്മെന്റും മേടിക്കാൻ പറ്റും, ഡൊമൈൻ്റെ പൈസയും മേടിക്കാൻ പറ്റും. നമുക്ക് ഒരു സ്പേസ് എടുത്താൽ മതിയല്ലോ, അല്പം കോസ്റ്റ് കൂടുതലാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ 2 സംഗതി പറഞ്ഞു. പിന്നെന്താണ് വെബ്സൈറ്റിന്റെ മൂന്നാമത്തെ ഡിസൈൻ ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേർഡ് പ്രസ് എന്ന് പറയുന്ന സംഭവം. അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഇരിക്കുന്ന 12,000 തീമുകളും ഫ്രീ ആണ് ഈ ഡിസൈൻ. രണ്ടാമത്തെ സംശയം, നമ്മൾ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുമ്പോഴേ ഞാൻ നേരത്തെ നമ്മൾ ചെറിയൊരു ബിസിനസ് ആപ്പ് ആഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്നല്ലേ നമ്മൾ പേജ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ അന്ന് എന്നോട് ഒരാൾ പറഞ്ഞെന്താ വെച്ചാല് നമ്മളെ പേഴ്സണൽ അക്കൗണ്ട് എനിക്ക് കാര്യമായിട്ട് ഫോളോവേഴ്സ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയെന്നുള്ളൂ, പുതിയതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് അധികം വലിയ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യുക? നമ്മളെ അക്കൗണ്ട് ഇല്ല, ആക്ച്വലി നമ്മുടെ ഒരു പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പേജ് ക്രിയേറ്റ് ചെയ്താലും നമ്മൾ അവിടെ നമ്മൾ ആ പേജിൽ ഇടുന്ന പോസ്റ്റുകളൊന്നും അക്കൗണ്ടിലുള്ളവർക്ക് കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, അതുമായിട്ടൊരു ബന്ധമില്ല. യഥാർത്ഥത്തിൽ ഫേസ്ബുക്കിന്റെ നമ്മുടെ നോർമൽ അക്കൗണ്ടും നമ്മുടെ പേജിലുള്ള ഫോളോവേഴ്സുമായിട്ടൊന്നും ബന്ധമില്ല. നമുക്ക് കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ ഒരു ബൂസ്റ്റിംഗ് ഓപ്ഷൻ കാണിച്ചില്ലേ, ആ ഒരു ഓപ്ഷൻ വഴി ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ പേജ് ആണെങ്കിൽ, പുതിയൊരു അക്കൗണ്ട് ഇന്ന് തുടങ്ങിയ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാം. പക്ഷെ പൈസ കൊടുത്തേ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ കേസിൽ. ഓക്കെ, പിന്നെ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് പൈസ കൊടുക്കാതെ റീച്ച് ചെയ്യണമെങ്കിൽ നമ്മളൊരു പേജിനകത്ത് ഒരുപാട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയിരിക്കട്ടെ, സ്ഥിരമായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മുടെ പേജിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാതെ പോസ്റ്റ് ഇടുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യും. ഓക്കെ, പേഴ്സണൽ അക്കൗണ്ടായിട്ട് ബന്ധമൊന്നുമില്ല? ഇല്ല, പേഴ്സണൽ അക്കൗണ്ടായിട്ട് ബന്ധമില്ല. പേഴ്സണൽ അക്കൗണ്ടിൽ മാക്സിമം 5000 ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് അപ്പുറത്തേക്ക് ഒരു ഫ്രണ്ടിനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഇത് നമുക്ക് ടഫാണോ, പഠിക്കാൻ സാധിക്കുന്നതാണോ, ബേസിക് നോളജ് ഉള്ളവർക്കെന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ ബേസിക് നോളജ് ഉള്ള ആർക്കും പഠിക്കാൻ സാധിക്കും. കാരണം ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസും കാര്യങ്ങളൊന്നും അല്ല, ആർക്കും പഠിക്കാൻ സാധിക്കും. ബേസിക് മൊബൈൽ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കും പഠിക്കാൻ സാധിക്കും. ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രോഡക്റ്റ് ഒക്കെ സെല് ചെയ്യുന്നുണ്ട്, എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞു. നിനക്കൊന്നും മനസ്സിലാവുമെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടത്. അതായത് നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല, കാരണം എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ചിലർക്ക് ഒരു അല്പം സമയം കൂടുതൽ എടുക്കും, അത്രമാത്രം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം കിട്ടും. അതേപോലെ തന്നെ പിന്നെ അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ അതിനോട് യോജിക്കുന്നെങ്കിൽ SS കമന്റ് ചെയ്യാം. നമുക്ക് അറിയാവുന്നൊരു കാര്യം നമ്മുടെ ഒരു സുഹൃത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് നമ്മൾ
ഒരല്പസമയം കണ്ടെത്തി പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ രണ്ടു കൂട്ടർക്കും തീർച്ചയായിട്ടും നല്ല ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടും. ഓക്കെ, എക്സാക്ട്ലി. ഓക്കെ, താങ്ക് യു സോ മച്ച്. കാരണം ചിലര് നമ്മൾ ചില കാര്യങ്ങൾ അറിയാമെങ്കിലും വിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ചില കോമ്പറ്റീറ്റേഴ്സിനോട് എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ പറയുന്നില്ല. കോമ്പറ്റീറ്റേഴ്സിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് നമ്മുടെ ചിലത് ട്രേഡ് സീക്രട്സ് ആയിരിക്കും, അത് പറയണമെന്നില്ല. പക്ഷെ നമ്മളെ ഒരു സുഹൃത്തിനോ ആർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യം ഒന്ന് ചോദിച്ചാൽ നമ്മളത് പറഞ്ഞു കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു അവസരത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് തിരിച്ചൊരു ഹെൽപ്പ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, എനിവേ ഇത് ബേസിക് മൊബൈലോ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കും പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇത് ഇവിടെ നമ്മൾ എന്തിനാണ് ആക്ച്വലി 6 സപ്പോർട്ട് സ്റ്റാഫ്സിനെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് ഈ 6 പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം പല ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും സംശയം വരുന്നത്. ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ പിന്നീട് അത് ഇരുന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയോ എറർ വരികയോ ഒക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 6 പേരെ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആർക്കും പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളൊരു ഏജൻസിയെ ഏൽപ്പിക്കുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പറെ ഏൽപ്പിക്കുമ്പോഴായിക്കോട്ടെ, അവർ ആ രീതിയിലുള്ള പൈസ ഈടാക്കി തന്നെയായിരിക്കും അത് ചാർജ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലായ്പ്പോഴും പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. വലിയ പൈസ ചിലരൊക്കെ ഈടാക്കാറുണ്ട്. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം, നമ്മുടെ എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഫേസ്ബുക്ക് ആഡ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഏജൻസികളും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പറയുന്നില്ല. ചില ഏജൻസികൾ കിട്ടുന്ന ഡേറ്റ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനും കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു, നമ്മുടെ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്നു, അവരത് ക്രിയേറ്റ് ചെയ്യുന്നു, അവർ നമ്മൾ ലീഡൊക്കെ എടുത്ത് അയച്ചു തരുന്നു. പക്ഷേ ഇതേ ഡേറ്റ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് കൊടുക്കാം. പക്ഷെ നമ്മളാണ് സ്വന്തമായിട്ട് ആഡ് റൺ ചെയ്യുന്നതെങ്കിലോ ഈ ഡേറ്റ വേറെ ആർക്കും കിട്ടത്തില്ല, നമുക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മുടെ ഡേറ്റ സെക്യൂറുമാണ്. ഓക്കെ, അതേപോലെ ഇതൊരു സർവീസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മിഷൻ 36 lakhs എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ടൈമർ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നതായിരിക്കും. 4 മിനിറ്റോടെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നതായിരിക്കും. അബ്ബാസ് ടി സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ. ഹലോ, ചോദിച്ചോളൂ. അബ്ബാസ് ദുബായിൽ നിന്നാണ്. പിന്നെ ഇത് ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് ഉണ്ട്. ഞാൻ ഇപ്പൊ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയായിരുന്നു. അതിന്റെ തിരക്കിലാണ് ഇപ്പൊ ചെയ്തത്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇപ്പം നടത്താറില്ല, എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളാണ്. പിന്നെ കാരണം ഓൺലൈൻ ആണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും ഉണ്ട്. റെക്കോർഡിങ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സംശയം ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്ത് ചോദിക്കാൻ പറ്റും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ 2020 ആക്ച്വലി കോവിഡിന് മുമ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ എല്ലാം ഓൺലൈൻ. എല്ലാം ഓൺലൈൻ. അതെ, താങ്ക് യു. ഇഗ്നിസ് സാർ അൺമ്യൂട്ട് ചെയ്യാം. ജസ്ലി സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ സ്റ്റുഡന്റ് ആണ് ഞാൻ. ഓക്കെ, സന്തോഷം. ചോദിച്ചോളൂ. ചെറിയ രീതിയിലൊക്കെ എങ്ങനെ ബിസിനസ് ചെയ്തു വരുന്നു. ചെറിയ ഗ്രോത്ത് ഒക്കെ ഉണ്ട് സാറേ. ഞാൻ 23-ലുള്ള ബാച്ചാണ്. എനിക്ക് അതിന്റെ ടീച്ചബിൾ നോട്ട്സ് മിസ്സായി. പറ്റുകയാണെങ്കിൽ തരണം. അടുത്ത ബാച്ചിൽ ഞാൻ കയറുകയും ചെയ്യും. തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ നല്ല, തീർച്ചയായിട്ടും തരും. അതായത് ടീച്ചബിളിന്റെ ലേണിംഗ് പ്ലാറ്റ്ഫോം ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാണിക്കാം. ഇതാണ് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം ലിങ്ക്. ഇതിന്റെ ഒരു യൂസർ നെയിം എന്ന് പറയുന്നത് സാറിന്റെ ഇമെയിൽ അഡ്രസ് ആണ്. സാർ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഒരു ഇമെയിൽ അഡ്രസ് കൊടുത്തില്ലേ? ഓക്കെ, അതാണ് അതിന്റെ ഇമെയിൽ അഡ്രസ്. അതിന്റെ ഒരു പാസ്വേഡും ഉണ്ട്. അത് നമ്മുടെ എക്സിക്യൂട്ടീവിന് ഒരാൾക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, അതിന്റെ പാസ്വേഡ് ലഭിക്കും. അത് വെച്ചിട്ട് അന്നത്തെ ക്ലാസിന്റെ റെക്കോർഡിങ്സും പിന്നീട് എടുത്തിട്ടുള്ള ക്ലാസിന്റെ എല്ലാ റെക്കോർഡിങ്സും ലഭിക്കും. താങ്ക് യു സർ. താങ്ക്സ് അല്ലോ. ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരോടും പറയുന്നു, സാറിന്റെ ഈ ക്ലാസ് കേൾക്കണം. ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും സാറിന്റെ ഈ ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആന്റണി പോൾ സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ സാറേ. ഹലോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇത് അറ്റൻഡ് ചെയ്തിരുന്നാണ്. പേയ്മെന്റ് ഒക്കെ അടച്ച് ഓഫറിലുള്ളത്. ഓക്കെ. അപ്പോ നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതെ, നാളെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. അപ്പൊ ഞാൻ എന്റെ ഒരു സുഹൃത്തിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടേ. അപ്പൊ ആൾക്ക് ഇതുപോലെ ഓഫർ കിട്ടുമോ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ എക്സിക്യൂട്ടീവിന് ഒന്ന് മെസ്സേജ് അയക്കാം മതി. പേയ്മെന്റ് അടച്ച എക്സിക്യൂട്ടീവിന് അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ലഭിക്കും. ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. സാർ ആൾറെഡി പേയ്മെന്റ് ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ? ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ എക്സിക്യൂട്ടീവിന് ഒന്ന് മെസ്സേജ് അയച്ചൊന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ
പിന്നെ അത് ലഭിക്കും. അല്ലെങ്കിൽ അടുത്ത ദിവസം അങ്ങനെ മീറ്റിംഗ് ഉണ്ടാവോ? അടുത്ത ദിവസം മീറ്റിംഗ് എന്നായിരിക്കും എന്ന് പറയാൻ സാധിക്കുന്നില്ല. പിന്നെ അതെ, പ്രീ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ സാറേ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ആരാണ് കാൻഡിഡേറ്റ് എന്നൊക്കെ ഉള്ളത് കൊടുത്തിടുവാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതെല്ലേ. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടി നാളെ എന്തായാലും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അതെ, നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്ലാസ് തിങ്കളാഴ്ചയാണ്. ഓക്കെ. പിന്നെ ലേണാന്റെ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അതിപ്പോ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടൊക്കെ. തീർച്ചയായിട്ടും. ആക്ച്വലി അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അഫിലിയേറ്റ് ടീമില്ലേ, അഫിലിയേറ്റ് ടീമിൽ ഒരാൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ആ ഒരു അഡ്മിഷൻ എടുത്ത സ്റ്റാഫിന് തന്നെ മെസ്സേജ് അയക്കുക. അതായത് നമ്മുടെ അഫിലിയേറ്റ് ടീമിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറയാ. ഒരു അഫിലിയേറ്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അഫിലിയേറ്റ് ഗ്രൂപ്പിനകത്ത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അവർ ഗൈഡ് ചെയ്യുകയും ചെയ്യും. അവർ ലോങ് ടൈമിൽ ഗൈഡ് ചെയ്യുകയും ചെയ്യും എങ്ങനെയാണ് എന്തൊക്കെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ അഡ്മിഷൻ നടക്കുമ്പോഴും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇൻസെന്റീവ് ഷെയർ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3-4 അഡ്മിഷൻ എടുക്കുമ്പോൾ മുടക്കിയ പൈസ തന്നെ തിരിച്ചു കിട്ടും. ഓക്കെ. താങ്ക് യു. ഓക്കെ, ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നു. ഓക്കെ, അതുൽ അൺമ്യൂട്ട് ചെയ്യാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ടൈം എൻഡ് ആവാൻ പോവുകയാണ്. നമസ്കാരം സർ. ഹലോ. നമസ്കാരം. ഞാൻ ആക്ച്വലി ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഓക്കെ. നിലവിൽ സർ പറയുന്ന പോലെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മാസം നല്ലപോലെ എമൗണ്ട് സ്പെൻഡ് ചെയ്താലും ഈ കിട്ടുന്ന ലീഡ്സിന്റെ ക്വാളിറ്റി വളരെ കുറവാണ്. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? അതിന് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ. അതിൽ ഒന്നെന്ന് പറയുന്നത് ടാർഗറ്റിംഗ് ഇല്ലേ, നമ്മൾ നേരത്തെ ലൊക്കേഷൻ, ഏജ് ഗ്രൂപ്പ് ഒക്കെ കൊടുത്ത സ്ഥലമല്ലേ, അതിന്റെ താഴെ ഡീറ്റെയിൽ ടാർഗറ്റിംഗിൽ മാറ്റം വരുത്തുക. അതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ കുറെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുണ്ടല്ലോ, ഡെമോഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞ്. അത് ഒന്ന്. രണ്ടാമത് ലീഡ് ജനറേഷൻ ആണെങ്കിൽ ലീഡ് ഫോം എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം ഒരു ഫോം വെക്കത്തില്ലേ, അതാണോ കൊടുക്കാറുള്ളത്? ലീഡ് ഫോം ആണോ? ഞാനൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാത്തത് കാരണം അത് അത്ര സക്സസ് ആയിട്ടില്ല. പോസ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. ലീഡ് ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ആഡ്സ് മാനേജറിനകത്ത് കിട്ടും. അതായത് ലീഡ് ആഡ്സ് എന്ന് പറയുന്ന സംഗതി. ആ കേസിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു വന്ന് ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ആർ യു ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ യുവർ ബഡ്ജറ്റ്, നിങ്ങളുടെ ബഡ്ജറ്റ് ഈ റേഞ്ച് ആണോ എന്ന് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ആ കേസിൽ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി ഡേറ്റ ആയിരിക്കും. അപ്പൊ ലീഡ് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആഡ്സ് മാനേജറിൽ പോയിട്ട്. ആഡ്സ് മാനേജർ. താങ്ക് യു. ഓക്കെ, നമ്മുടെ ടൈമർ ഇപ്പൊ എൻഡ് ആയിരിക്കുകയാണ്. നമുക്കിനി വീണ്ടും മറ്റു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പൊ പേയ്മെന്റ് അടച്ചവരുടെ പേര് ഞാനിത് വിളിക്കാം. എനിക്കിപ്പോ ഗൂഗിൾ പേയിലുള്ള അപ്ഡേറ്റ്സ് മാത്രമാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളല്ലാതെ ലിങ്ക് വഴി പേയ്മെന്റ് അടച്ചവരുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഗൂഗിൾ ബാങ്ക് അക്കൗണ്ട് വഴി അടച്ചവരും കാണും. ഓക്കെ, ഇത് ഇത്രയും പേര് ഇപ്പൊ പേയ്മെന്റ് അടച്ചവരാണ്. ജുനൈസ്, സ്ട്രൈറ്റ്, മഹേഷ്, മനോഹർ, ഷൈന, നൗഫൽ, സലീന, ഷൈൻ, സജാദ്, മലബാർ, എം, നഫീൽ, അമ്പിളി. ഇവരൊക്കെ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ കൂടെ അയച്ചു കൊടുക്കുക. പേയ്മെന്റ് ലിങ്ക് വഴി അടച്ചവരും ബാങ്ക് അക്കൗണ്ടിലേക്ക് അടച്ചവരും ഇത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ എൻട്രീസ് ഇന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് മറ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് ഉള്ളവർ ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ച മറ്റ് ചില ടോപ്പിക്കുകളിലേക്ക് പോകും. അതിനകത്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം എന്താണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതേപോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോസ് നിർമ്മിക്കാൻ DID എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നേരെ www.d-id.com എന്ന സൈറ്റിലേക്ക് പോവുക. ഈ സൈറ്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് വീഡിയോ നിർമ്മിക്കാനുള്ള ടെംപ്ലേറ്റ്സ് അതിൽ തന്നെ അവൈലബിൾ ആണ്. ഈ മോഡൽസ് ഇപ്പം ഞാൻ കാണിച്ചതുപോലെയുള്ള മോഡൽസ് നമുക്ക് അവിടെ ചൂസ് ചെയ്യാനും പറ്റും. ഈ സൈറ്റിനകത്ത് ഫ്രീ ട്രയൽസ് അവൈലബിൾ ആണ്. പെയ്ഡ് ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിലും ഫ്രീ ആയിട്ട് ലിമിറ്റഡ് വീഡിയോസ് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. DIDയിലേക്ക് വന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീഡിയോ സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ വീഡിയോ സ്റ്റുഡിയോയിൽ വരുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് മോഡൽസിനെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിരവധി മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്.
ഇതിന് പറയുന്ന അവതാർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പല അവതാർ, പുരുഷന്മാരും സ്ത്രീകളും ഇങ്ങനെ പല അവതാർസിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് പ്രീമിയം എന്ന് കാണുന്നതൊക്കെ പെയ്ഡ് ആണ്. അതേസമയം പ്രീമിയം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഇതെല്ലാം ഫ്രീ ആണ്. ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള അവതാറുകളാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഏത് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് സെലക്ട് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ വരുന്നതായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇവരെ കൊണ്ട് എന്ത് സംസാരിപ്പിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇവരെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടത്, അത് നമുക്ക് ഇവിടെ സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ കൊടുക്കാം. അപ്പോൾ മലയാളമാണ് കൊടുക്കുന്നതെങ്കിൽ മലയാളത്തിൽ സംസാരിപ്പിക്കാൻ വേണ്ടി നമ്മൾ മലയാളത്തിലുള്ള ടെക്സ്റ്റ് നമ്മളിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് ആണ് ആക്ച്വലി അവിടെ കോപ്പി പേസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ലാംഗ്വേജ് ചൂസ് ചെയ്യുക. ലാംഗ്വേജ് മലയാളം ഞാനിവിടെ ചൂസ് ചെയ്തു. മലയാളത്തിൽ തന്നെ നമുക്കിവിടെ 2 ശബ്ദങ്ങൾ കിട്ടും. പുരുഷന്മാരുടെ ശബ്ദമാണ് എന്നുണ്ടെങ്കിൽ മലയാളത്തിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മിഥുൻ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ശബ്ദമാണ്, ശോഭന എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശബ്ദമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ശോഭന ചൂസ് ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേറ്റ് വീഡിയോ കൊടുക്കുക. ജനറേറ്റ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ പ്രോസസ്സ് ചെയ്യുകയും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഇതേപോലെ കാണാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ തന്നെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് അതിനെ കൊണ്ട് സംസാരിപ്പിക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ആ ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിച്ച വീഡിയോ കാണിക്കാം. അതും ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ ഫോട്ടോയെ കൊണ്ട് സംസാരിപ്പിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ ആണ് ഈ കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ ആണ്. ഞാനൊരു ഫോട്ടോയും അതുപോലെ തന്നെ എൻ്റെ വോയിസും മാത്രമാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ അവതാർ എന്ന് പറയുന്ന സ്ഥലത്ത് റീപ്ലേസ് കൊടുക്കുമ്പോൾ നമുക്കവിടെ അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമ്മൾ തന്നെ സംസാരിക്കുന്ന വീഡിയോ കിട്ടും, അല്ലെങ്കിൽ കൊടുത്ത ഫോട്ടോ സംസാരിക്കുന്നതായിട്ട് കിട്ടും. ഇതാണ് DAID എന്ന് പറയുന്ന ടൂള്. ഇതിന്റെ ഫ്രീ വേർഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ DAID നല്ലൊരു ടൂളാണ്. നമുക്ക് വീഡിയോ ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ടൂളാണ്. ഓക്കെ, നമുക്ക് ഇന്ന് പ്ലാൻ ചെയ്ത മറ്റു ചില ടോപ്പിക്കിലേക്ക് പോകാൻ. അതിലൊന്ന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. അതായത് നമുക്ക് പ്രോഡക്റ്റോ സർവീസോ ഒന്നും വേണ്ട, പക്ഷേ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് കിടക്കാം. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന ടോപ്പിക്കിലേക്ക് പോകാൻ നമ്മൾ 9:30 വരെ ആയിരിക്കും നമ്മുടെ സെഷൻ വരുന്നത്. 9:30-ക്കുള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്ത ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, റെഡിയാണ്. യെസ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഒന്നും വേണ്ട, നമ്മൾ അതിന്റെ ലിങ്കുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകമാണ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ digitalmagnetonline.com എന്ന് നമ്മുടെ കമ്പനി സൈറ്റിലേക്ക് വരും. കമ്പനി സൈറ്റിലേക്ക് വന്ന് ഇതേപോലെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. ഓക്കെ, 14,500 എന്ന് പറയുന്ന ഫീസ് ഒക്കെ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇനി ഓഫർ ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിച്ചാലായിരിക്കും അറിയാൻ പറ്റുന്നത്. ഗ്രൂപ്പിനകത്ത് ആണ് അതിന്റെ ഓഫറിന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റുന്നത്. എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ, ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു പരസ്യം ഇവിടെ വെച്ചിരിക്കുന്നതാണ്. എന്തിനാണ് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് ഇത് വെച്ചിരിക്കുന്നത്? ഇതിനകത്ത് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരെ ആമസോണിലേക്ക് പോകുന്നു. ആമസോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കമ്മീഷൻ ലഭിക്കും. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെബ്സൈറ്റിലോ ബ്ലോഗിലോ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് പോയി ആരെങ്കിലും പർച്ചേസ് ചെയ്താൽ നമുക്ക് കമ്മീഷൻ കിട്ടുന്ന സംവിധാനം. ഓക്കെ, ഇവിടെ നമ്മൾ ആ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കേണ്ട, സ്റ്റോക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിന്റെ അഫിലിയേറ്റ് ആകണമെങ്കിൽ ആമസോണിന്റെ സൈറ്റിൽ ഒന്ന് ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ ബിക്കം ആൻ അഫിലിയേറ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ബിക്കം ആൻ അഫിലിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും നമുക്ക് കമ്മീഷൻസ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ അഫിലിയേറ്റ് ആയി മാറിയതിനു ശേഷം വേണം നമ്മൾ ആമസോൺ അഫിലിയേറ്റിന്റെ ലിങ്കുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആമസോണിന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. മറ്റ് കമ്പനികൾക്കെല്ലാം ഇതേപോലത്തെ അഫിലിയേറ്റ് ലിങ്കുകളുണ്ട്. ഫ്ലിപ്കാർട്ടിനുണ്ട്, ഷാദി.com, ഭാരത് മാട്രിമോണി, ഇങ്ങനെ ഒട്ടുമിക്ക ഇന്റർനെറ്റിലുള്ള കമ്പനികൾക്ക് അഫിലിയേറ്റ് ലിങ്കുകളുണ്ട്. ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ കേസിൽ നമുക്ക് കമ്മീഷൻസ് ആയിട്ട് ലഭിക്കും. സെയിൽ നടക്കുമ്പോഴാണ് കമ്മീഷൻസ് ലഭിക്കുന്നത്. ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഉള്ള ബിസിനസ്സിനോടൊപ്പമോ ജോലിയോടൊപ്പമോ ഒക്കെ ചെയ്യാവുന്നതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു ജോലിയുണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ആക്റ്റീവ് ഇൻകം ആണ്. ഇപ്പൊ ജോലിക്ക് എന്തെങ്കിലും പറ്റി ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് നഷ്ടം വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും?
അതിന് മറ്റൊരു വരുമാന സ്രോതസ് കൂടി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പ്ലാൻ ചെയ്യുന്ന മറ്റൊരു സംഗതിയാണ് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന സംവിധാനം. ഗൂഗിൾ ആഡ്സ് എന്താണ്, ഗൂഗിൾ ആഡ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മൾക്കൊന്ന് നോക്കാം. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന പരസ്യങ്ങളാണ്. ഇപ്പൊ ഞാനിവിടെ ഗൂഗിൾ എടുത്ത് ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തു. ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ സെർച്ചിൽ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സ്പോൺസേഡ് എന്ന് എഴുതിയിരിക്കുന്ന ചില ലിങ്കുകളാണ്. ഇത് അഡ്വർടൈസ്മെന്റ് ആണ്, ഗൂഗിളിന്റെ പരസ്യങ്ങളാണ്. ഇവിടെ നമുക്കും എത്തിക്കാൻ സാധിക്കും, 1ാം സ്ഥാനത്ത് ഗൂഗിളിൽ എത്തിക്കാൻ സാധിക്കും. അതിന് www.ads.google.com എന്ന സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോക്കി, ഈ ഒരു പാനൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഗൂഗിൾ ആഡ്സിന്റെ പാനൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഗൂഗിൾ ആഡ്സ് ഞാനിവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് കമ്പ്യൂട്ടറിനകത്ത്. ഇതിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ജിമെയിൽ അഡ്രസ്സും അതിന്റെ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഗൂഗിളും ജിമെയിലും എല്ലാം ഒറ്റ കമ്പനിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പാനലും സംവിധാനവും ഒക്കെ ഇവരിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗൂഗിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ കുറെ സംഗതികളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ കൊച്ചിയിൽ ഫ്ലാറ്റ് വിൽക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ. ഓക്കെ, അയാളുടെ മനസ്സിൽ വന്ന ഒരു കീവേഡാണ് ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് ആൾക്കാർ കൊച്ചിയിൽ സെർച്ച് ചെയ്യുമായിരിക്കും എന്ന് അദ്ദേഹം ഊഹിക്കുന്നു. ഇതിന് പറയുന്നത് കീവേഡ് എന്നാണ്. അപ്പൊ ഒരു കീവേഡ് കൊടുത്താൽ, ഈ ഒരു കീവേഡ് കൊടുത്താൽ ഗൂഗിൾ തന്നെ ഒരുപാട് കീവേഡ്സ് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇപ്പൊ നമുക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം ഇതിനകത്ത്. ഓക്കെ, ഇതിൽ തന്നെ അതിനുള്ള സംവിധാനമുണ്ട്. അതിന് പറയുന്നത് കീവേഡ് പ്ലാനർ എന്നാണ്. കീവേഡുകൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് തന്നെ. കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന സംഗതിക്കകത്ത് വന്ന് ഞാൻ ഒരു കീവേഡ് കൊടുക്കുകയാണ്, ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് കൊടുത്തിട്ട് ഗെറ്റ് റിസൾട്ട് കൊടുക്കുമ്പോൾ ഇപ്പൊ എനിക്ക് 44 കീവേഡ്സ് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി പോലത്തെ 44 കീവേഡ്സ് ഞാനിത് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അത് പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്ന് മാത്രമല്ല ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്, ഫ്ലാറ്റ് ഫോർ സെയിലിംഗ് കൊച്ചി, ഫ്ലാറ്റ് ഫോർ സെയിലിംഗ് കാക്കനാട്, അപ്പാർട്ട്മെന്റ് ഫോർ സെയിലിംഗ് കൊച്ചി, ന്യൂ ഫ്ലാറ്റ് ഫോർ സെയിലിംഗ് കൊച്ചി എന്നൊക്കെ ആഡുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സംവിധാനമുണ്ട്. അതായത് ഈ കീവേഡ്സ് ഒക്കെ വെച്ച് പരസ്യം ചെയ്യാം എന്ന് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ വന്ന് എന്ത് സെർച്ച് ചെയ്താലും ഗൂഗിൾ അത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഈ പരസ്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ കീവേഡ്സ് ഒക്കെ വെച്ച് നമുക്കിവിടെ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ക്യാമ്പയിൻസ് എന്നാണ് ഇത് പറയുന്നത്. ഈ ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷനും ഏജ് ഗ്രൂപ്പും ഒക്കെ ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഗൂഗിൾ സെർച്ചിൽ ഇതേപോലെ നമുക്ക് 1ാം സ്ഥാനത്ത് വരാൻ സാധിക്കും. അതിലൂടെ നമുക്ക് കൂടുതൽ എൻക്വയറീസ് കിട്ടും. ഗൂഗിൾ സെർച്ചിൽ കിട്ടുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡേറ്റ ആയിരിക്കും. കാരണം ഒരാൾ ബോറടിക്കുമ്പോൾ വെറുതെ ഗൂഗിളിൽ കയറി എന്നാൽ ബൈ ഫ്ലാറ്റ്സ് കൊച്ചി സെർച്ച് ചെയ്തില്ല. അയാൾക്ക് ഫ്ലാറ്റ് മേടിക്കാൻ മനസ്സിൽ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ലോൺ കിട്ടാൻ സാധ്യതയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വീട് മേടിക്കാൻ താല്പര്യമുള്ള ഒരാളെ ഗൂഗിളിൽ വന്ന് സെർച്ച് ചെയ്തുള്ളൂ. അപ്പൊ അവിടെ നമ്മുടെ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ എടുത്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എൻക്വയറീസ് കിട്ടും. അപ്പൊ ഗൂഗിൾ ആഡ്സ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ആഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിനകത്തുള്ള ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളിലാണ് ഫേസ്ബുക്ക് ആഡ് ക്രിയേഷനും ഗൂഗിൾ ആഡ്സും. ഓക്കെ, ഫേസ്ബുക്ക് ആഡ്സ് നമ്മൾ നേരത്തെ കണ്ടു, ഡിസൈൻ ചെയ്യുന്നത് കണ്ടു. ഗൂഗിൾ ആഡ്സ്, ഈ ഗൂഗിൾ ആഡ്സ് സർവീസസ് ചെയ്ത് കൊടുക്കാം. പല ബിസിനസ് ഓണേഴ്സിന് ഈ ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സമയമില്ല എന്നുള്ളതാണ്. അത് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടെത്താൻ സാധിക്കും. ഗൂഗിൾ ആഡ്സിലൂടെ തന്നെ ക്ലയൻസിനെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ കുറേയധികം ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഫൈസൽ സാർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത്, ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നതാണ്. അപ്പൊ ആമസോണിലൂടെ നിങ്ങൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ട ഓപ്ഷനോടെ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഫൈസൽ സാറിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ, ആമസോൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങാറുണ്ട്. പക്ഷെ ഇതുവഴി എങ്ങനെയാണ് പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യുന്നത്? ഓക്കെ, സെല് ചെയ്യാനാണെങ്കിൽ ആമസോണിന്റെ സൈറ്റിൽ വന്നിട്ട് ഏറ്റവും താഴേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടും, സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, സെൽ ഓൺ ആമസോൺ. ഈ സെൽ ഓൺ ആമസോണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൗജന്യമായിട്ട് ഒരു സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെല്ലർ സെൻട്രൽ എന്നാണ് ഈ അക്കൗണ്ട് പേര്. ബിക്കം എ സെല്ലർ ഓൺ ആമസോൺ, സ്റ്റാർട്ട് സെല്ലിംഗ്. ഈ കേസിൽ നമുക്ക് പ്രോഡക്റ്റിന്റെ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് ഓർഡർ വരുമ്പോൾ നമ്മൾ തന്നെ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, സെല്ലർ സെൻട്രൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കണ്ട് ഇതേപോലെ ഇരിക്കും. ഇതിനകത്ത് നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുവഴി പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. അതേപോലെ സെർച്ചിൽ ആദ്യം വരാൻ വേണ്ടി അഡ്വർടൈസിംഗ് ഒക്കെ ഉണ്ട് ആമസോണിനകത്ത്.
നിങ്ങൾ ആമസോണിൽ ഇനി സെർച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതിനകത്ത് ആദ്യം വരുന്നത് സ്പോൺസേഡ് എന്നുള്ള സംഭവമായിരിക്കും. ഓക്കെ, ഞാനിവിടെ ബനാന ചിപ്സ് എന്ന് സെർച്ച് കൊടുക്കുകയാണ്. ബനാന ചിപ്സ് എന്ന് സെർച്ച് കൊടുക്കുമ്പോൾ ഓക്കെ, സെർച്ചിൽ ആദ്യം വന്നിരിക്കുന്നതിനകത്ത് എല്ലാം സ്പോൺസേഡ് എന്ന് എഴുതിക്കുന്നുണ്ടോ? ഉണ്ടോ? സ്പോൺസേഡ് എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് പരസ്യം കൊടുത്തിരിക്കുക. ആമസോണിന്റെ ഉള്ളിൽ പരസ്യം കൊടുത്തിരിക്കുക. അത് കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പല ആമസോണിലൂടെ സെല്ല് ചെയ്യുന്ന പലർക്കും അറിയത്തില്ല. അപ്പം നമ്മളൊരു പുതിയ സെല്ലർ ആണെങ്കിൽ ഇതിനകത്ത് വന്ന് ഈ സ്പോൺസേഡ് ആഡ് ഒക്കെ കൊടുക്കുന്ന പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം സ്ഥാനത്ത് വരാൻ സാധിക്കുന്നതാണ്. ഇനി ചിലർ ഈ ആമസോണിലൊക്കെ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ടപ്യോക്ക സ്റ്റെം കട്ടിങ്സ്, അതായത് നമ്മുടെ മരച്ചീനി കമ്പ് ഇതിനകത്തൂടെ ആൾക്കാർ വിറ്റ് പൈസ ഉണ്ടാക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് മരച്ചീനി കമ്പാണ്. 10 കഷ്ണം കമ്പ് എത്ര രൂപയ്ക്ക് വിൽക്കുന്നു? 269 രൂപ. പാക്കിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. പാക്കിംഗ് ചാർജും ഡെലിവറി ചാർജും മാത്രമേ നമ്മുടെ ഇപ്പൊ നാട്ടിൽ ഇഷ്ടം പോലെ പലയിടത്തും കിട്ടുന്ന സംഗതിയാണ്. ഓക്കെ, 10 കഷ്ണം കമ്പ് 10 ഇഞ്ചുള്ള ഒരു വലിയ കമ്പല്ല പറഞ്ഞത്, 6 ഇഞ്ചുള്ള 10 കഷ്ണം കമ്പ് ഇതിനകത്തൂടെ വിൽക്കുന്നത് 269 രൂപയ്ക്കാണ്. അപ്പൊ ഇത് ആര് മേടിക്കുന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. നമുക്കറിയാം ആമസോൺ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന സംഗതിയാണ്. ഇത് അവൈലബിൾ അല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെ പല സിറ്റികളിലും ഉണ്ട്. ആൾക്കാർ ഇതിനകത്തൂടെയാണ് വാങ്ങിക്കുന്നത്. സ്വന്തം ടെറസിൽ നടാനോ വീട്ടിൽ 2 സെന്റിൽ നടാനോ ഒക്കെ മേടിക്കും. അപ്പോൾ ഇങ്ങനെ പല ഓപ്പർച്യൂണിറ്റികൾ ആമസോണിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ എപ്പോഴും നമ്മളൊരു ബയറായിട്ട് മാത്രം ഇരിക്കാതെ നമ്മളൊരു സെല്ലറായിട്ട് കൂടി മാറുക. കാരണം ബയറായിട്ടിരുന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളൊരു സെല്ലർ കൂടിയായി മാറുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. ഇപ്പൊ ബയറായിട്ട് മാത്രം ഇരിക്കാതെ ഒരു സെല്ലർ കൂടി ആവുക, അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആമസോൺ എന്ന് പറയുന്നത്. ആമസോണിൽ ബിക്കം എ സെല്ലർ വന്ന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഫൈസൽ സാറിലേക്ക് വരുവാണ്. സാർ അൺമ്യൂട്ട് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹലോ സാർ. ഹലോ, ചോദിച്ചോളൂ. സാർ, ഇപ്പൊ നമ്മളൊരു 2-3 ഷോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സർവീസ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഈ അഡ്വർടൈസ്മെന്റ് ഈ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ ഷോപ്പിന് ഓരോ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് വരും, അതോ നമുക്ക് ഒരു ഫോൺ നമ്പറിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ അതിന്റെ? ആക്ച്വലി ആ കേസിൽ ആ ഫോണിലേക്ക് കോൾസ് വരേണ്ടത് ആ കടയിലുള്ള ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ ആ ഷോപ്പിലേക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയാണെങ്കിൽ അവരുടെ ഫോൺ നമ്പർ വെച്ച് തന്നെ ആഡ് കൊടുക്കണം. നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ ഒരു പോസ്റ്ററിനകത്ത്. ഓക്കെ, അപ്പം അവരുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് എൻക്വയറി വരണമെന്നായിരിക്കും. അവരായിരിക്കുമല്ലോ അത് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുകയും ആ പേജിനകത്ത് പോസ്റ്റ് ഇടുമ്പോൾ അവരുടെ ഫോൺ നമ്പർ വെച്ച് പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടുന്നത്. അപ്പം ക്ലയന്റിന്റെ എൻക്വയറീസ് മാത്രം അവർക്ക് വരുന്ന രീതിയിൽ ചെയ്തു. കറക്റ്റ്. എൻക്വയറീസ് മൊത്തം അവർക്കായിരിക്കും പോകുന്നത്. ആഡ് നമ്മളായിരിക്കും ഇവിടെ സെറ്റ് ചെയ്യുന്നത്, ആഡ് നമ്മളായിരിക്കും ഇവിടെ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ റൺ ചെയ്യുന്നതിന്റെ പൈസ കൂടാതെ നമുക്കൊരു സർവീസ് ചാർജ് കൂടെ ഈടാക്കാൻ പറ്റും. അതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മളപ്പോ ഈ ഡിസൈൻ ഈ പോസ്റ്ററും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതിനാണോ നമ്മൾ എമൗണ്ട് സർവീസ് ആയിട്ട്? അല്ല, 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പോസ്റ്റർ ഡിസൈനും, രണ്ടാമത് ഈ ആഡ് സെറ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കുന്നില്ലേ, പ്രൊമോട്ട് ചെയ്യുന്നില്ലേ. ഓക്കെ, പോസ്റ്റർ ഡിസൈനിന് ഒരു ചാർജ് പ്ലസ് നമ്മൾ ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് സെറ്റ് ചെയ്ത് റൺ ചെയ്യുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം മേജർ പൈസ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് സെറ്റ് ചെയ്ത് റൺ ചെയ്യുന്നതിനാണ്. പോസ്റ്റർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻവ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് അഡ്വർടൈസിങ് ഏജൻസികളെ കൊണ്ടായിരിക്കും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വർടൈസിങ് ഏജൻസികൾ നല്ല പൈസ ആയിരിക്കും അവരെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം അഡ്വർടൈസിങ് ഏജൻസികളെ പോലെ കണക്ക് പറഞ്ഞ് വലിയ പൈസ മേടിക്കുന്നില്ല. ഓക്കെ, നമ്മൾക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതും ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന പൈസ കൂടാതെ ഒരു സർവീസ് ചാർജ് കൂടെ നമുക്ക് ഈടാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഫേസ്ബുക്കിനകത്ത് പേജ് ക്രിയേറ്റ് ചെയ്തില്ലേ? അതെ. നമ്മളിപ്പം വേറെ ഷോപ്പിന് വേണ്ടിയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് പേജ് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ അവരവരുടെ അക്കൗണ്ടിൽ? ഇല്ല, അത് 2 രീതിയിലും പറ്റും. അവരുടെ അക്കൗണ്ടിൽ, അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലും ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ആ കേസിൽ എന്ന് പറഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റേതാണെങ്കിൽ അവര് നമ്മളെ അഡ്മിൻ ആക്കേണ്ടി വരും. നമ്മുടെ പേജിനകത്ത് അവരുടെ പേജിനകത്ത് നമ്മളെ അഡ്മിൻ ആക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനം ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. ഒരു പേജിനകത്ത് ഒരാളെ കൂടെ അഡ്മിൻ ആക്കാനൊക്കെ പറ്റും. സ്റ്റാഫ് ആട്ടോ? അതെ, അതായത് ആഡ് റൺ ചെയ്യാൻ വേണ്ടി അഡ്മിൻ ആക്കാൻ പറ്റും. അഡ്മിൻ ആക്കുമ്പോൾ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പേജിനകത്ത് നമുക്ക് പോസ്റ്റ് ഇടാൻ, അത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറ്റും. താങ്ക് യു. RMX 1
851 അൺമ്യൂട്ട് ചെയ്യാം. റിയൽമി RMX. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാർ ഞാനിവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യണതാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പം ഓക്കെ. ഇവിടെ നമ്മൾ ഒരു ക്ലയന്റിന് പോസ്റ്റ് എൻഗേജ്മെന്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ. ഓക്കെ. അപ്പൊ അത് 2 days ഒരു 5,000 ഒരു 150 എമൗണ്ട് ഇടുമ്പോൾ നമുക്ക് അത്യാവശ്യം എൻഗേജ്മെന്റ് ആവുന്നുണ്ട്. അപ്പൊ സെയിം ഇത് എമൗണ്ടും ഇത് തന്നെ നമ്മൾ ദുബായിൽ ചെയ്യുമ്പോൾ നമുക്ക് എൻഗേജ്മെന്റ് ആവല്ല, അവിടുത്തെ ലൊക്കേഷൻസ് ടാർഗറ്റ് ചെയ്തിട്ട്. അപ്പൊ അതിനൊരു സൊല്യൂഷൻസ്. അല്ല, സെയിം ആക്ച്വലി കൺട്രി അനുസരിച്ച് പ്രൈസിനകത്ത് ഡിഫറൻസ് വരും. അതായത് നമ്മളിപ്പം ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കിട്ടാന്ന് പറഞ്ഞാൽ അവിടെ മലയാളികളെ ആയിരിക്കും നിങ്ങൾ ടാർഗറ്റ് ചെയ്തത്, ശരിയല്ലേ? അതെ അതെ, അതായത് എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടാണ് അവിടെ ലൊക്കേഷൻ മാത്രം ടാർഗറ്റ് ചെയ്യാറുള്ളൂ. അതെ അതെ. അതായത് ഇപ്പൊ മലയാളികൾ ഡെൻസ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനിലാണ് നമ്മൾ ആഡ് കൊടുക്കുന്നതെങ്കിൽ അതിന് റിസൾട്ട് കൂടുതലായിരിക്കും. കാരണം അത്രയധികം ആൾക്കാർ അവിടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളികൾ കുറവാണ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ആഡിന്റെ കോസ്റ്റ് കൂടും. കാരണം ആ പർട്ടിക്കുലർ ആഡിനോട് എൻഗേജ് ചെയ്യാനുള്ള പോപ്പുലേഷൻ കുറവായതുകൊണ്ടാണ്. അതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത്. പിന്നെ ബഡ്ജറ്റിന്റെ കാര്യം ഇപ്പൊ എങ്ങനെയാ? ബഡ്ജറ്റ് ആക്ച്വലി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ വേറെ സംഗതി ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആ ഒരു ഡീറ്റെയിൽ ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ, ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഓപ്ഷൻ്റെ അത് മാറ്റങ്ങൾ വരുത്തി നോക്കാം ഒരു ഓപ്ഷൻ. രണ്ടാമത് ഇമേജോ വീഡിയോയോ മാറ്റി കൊടുക്കാൻ പറ്റും. കൊടുത്തിരിക്കുന്ന ആ ഒരു ആഡ് ക്രിയേറ്റീവ് ഇല്ലേ, അത് മാറ്റി കൊടുക്കുമ്പോൾ റിസൾട്ട് മാറുന്നത് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നിങ്ങൾക്ക് പലർക്കും ക്വസ്റ്റ്യൻ ഉണ്ടെന്നറിയാം. ഇപ്പൊ സമയം ഏകദേശം നമ്മൾ 9:30 9:30 കഴിഞ്ഞപ്പോൾ 9:36 ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിൻ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ആൻസർ ഞാൻ തന്നെ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ നീണ്ടുപോകും. അപ്പൊ ഇന്നത്തെ സെഷനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഒന്ന് ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്തുക. ആരെങ്കിലും ക്വസ്റ്റ്യൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, ഒരുപാട് പേര് പങ്കെടുക്കുന്നതുകൊണ്ട് ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ തന്നെ തരുന്നതായിരിക്കും. ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ഒന്ന് ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എത്രത്തോളം നോളജ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സ്കില്ലുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയാണ് നമ്മളത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 1ാം ക്ലാസ് മുതലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള പ്രോത്സാഹനങ്ങൾ തരികയും അസൈൻമെന്റ്സ് തരികയും അതേപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ ഹെൽപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും ജോലി കണ്ടെത്താനും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെയുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓഫർ അവൈലബിൾ ആണെങ്കിൽ ആ ഓഫർ ലഭിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഈ ഒരു സെഷനിൽ പങ്കെടുക്കാൻ എത്തിയത്. ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത് 2016 2016 മുമ്പ് ബാംഗ്ലൂരിൽ വിപ്രോയിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലിയായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് പ്രോഗ്രാം എഴുതുന്നതിനേക്കാളും ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഗതിയാണ് ഇതേപോലെ ക്ലാസ്സുകൾ എടുക്കുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജോലി ഞാൻ എൻജോയ് ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നിങ്ങൾ എത്തിയതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ. താങ്ക് യു.